ഹലോ മച്ചാ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ. മച്ചാമാരെ മച്ചാതികളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ എന്ന ഈ ഒരു ചാനൽ ഇതുപോലൊരു സ്റ്റോറി ഞാൻ ആദ്യമായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് മനുഷ്യനെ പ്രാന്താക്കി കളയുന്ന ഒരു കിളിവാറിയായിട്ടെന്ന് പറയാം. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്, കഥ നിങ്ങൾ കേൾക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള നിങ്ങളുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവസാനത്തെ ക്ലൈമാക്സ് കൊണ്ട് നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കഥ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഓരോ കാര്യങ്ങളും കഥയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മൈൻഡിൽ വെക്കണം. കാരണം അവസാനം എത്തുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പല കാര്യങ്ങളും ഇതിങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് വരും കേട്ടോ. ഭയങ്കര രസമുള്ള സ്റ്റോറിയാണ്, അതും ഒരു ഇന്ത്യൻ മൂവി. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പാലം കാണിക്കുകയാണ്. ഇതിന്റെ മുകളിൽ നിന്നും ഒരാൾ ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു കടൽ തീരത്ത് മുഖം മൂടിയിട്ട് നിൽക്കുന്ന ഒരു ആണിനെയും ഒരു പെണ്ണിനെയാണ്. ഈ രണ്ട് സീനുകളും തീർച്ചയായിട്ടും നിങ്ങൾ കഥയുടെ അവസാനം വരെ ഓർത്തിരിക്കണം. കാരണം നിങ്ങളുടെ മൈൻഡിനെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കഥയുടെ അവസാനം ഈ സംഭവങ്ങളിലൂടെ നമ്മൾ എത്തിക്കാൻ പോകുന്നത്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള അപൂർവയെ കാണിക്കുകയാണ്. ജോലിയൊന്നുമില്ല, പഠിത്തത്തിൽ അത്ര വലിയ ക്യാമ്പിനുമല്ല, അത്യാവശ്യം അരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവൻ ഇപ്പൊ താൽക്കാലികമായി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഒരു നാടക കമ്പനിയിലാണ്. അപ്പൊ അതിൽ തന്നെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, നിത്യ. അവൾക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവളോട് കൂടുതലായിട്ടൊന്ന് അവൻ എന്താ പറയാ അടുക്കുകയാണ്. മീൻസ് രണ്ടുപേരും ലവേഴ്സ് ആണ്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ സമയത്ത് നിത്യ അവിടുന്ന് പോവാണ്. ഇപ്പൊ ആ ഒരു മുറിയിൽ അപൂർവ മാത്രം ഒറ്റയ്ക്കാണ്. ഇപ്പൊ ആ മുറിയിലേക്ക് മറ്റൊരാൾ വരികയാണ്. ഇയാളുടെ കഴുത്തിൽ മറ്റേ ഈ കഴുത്ത് വേദനയൊക്കെ ഉണ്ടാകുമ്പോഴുന്ന ഒരു സാധനമില്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇയാളെ സ്ട്രേഞ്ച് മാൻ എന്ന് വിളിക്കാം. ഇയാൾ വന്നിട്ട് നമ്മുടെ അപൂർവയെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. നിന്റെ അമ്മയ്ക്ക് സുഖമല്ലേ? അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് അറിയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപൂർവ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇയാൾ ആരാണ്? എന്റെ അമ്മയെ കുറിച്ച് ചോദിക്കാൻ, അച്ഛനെ കുറിച്ച് ചോദിക്കാൻ. കൂടുതലായിട്ട് അപൂർവ ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ കാണുന്നില്ല. പെട്ടെന്ന് ഇയാൾ അപ്രത്യക്ഷനായി പോവാണ്. അതായത് അവന്റെ ഒരു ശ്രദ്ധ മാറിയ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ടും ഇയാൾ പോയതാണ്. അവൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് സ്ട്രേഞ്ച് ആയിട്ട് നടന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അപൂർവ നിത്യയോട് പറയുന്നുണ്ട്. പക്ഷെ നിത്യ പറയാണ് ഇതൊക്കെ നിന്റെ ഒരു തോന്നലായിരിക്കും. എന്തായാലും ഇതേ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന സത്യ എന്ന് പറഞ്ഞ പയ്യന് നിത്യയുടെ അടുത്തേക്ക് വരികയാണ്. നിത്യ ഒന്ന് വരുമോ, എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ രാത്രിയായി അപൂർവയും നിത്യയും കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അപൂർവ പറയാണ്, നിത്യ ആ സത്യം നിന്നോട് വല്ലാതെ അടുക്കുന്നുണ്ട്, അവന്റെ അച്ഛനോടും അമ്മയോടും നീ എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അപൂർവ പറയാണ്, നിത്യ നിന്റെയൊക്കെ ഫാമിലി വെൽ സെറ്റിൽഡ് ആണ്, എന്റെ കാര്യം ഒന്ന് നോക്കിയേ, ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ ഈ ഒരു വാടക വീട്ടിൽ എനിക്കൊന്നും ആരും ഇല്ലടോ. ഇത് കേട്ട സമയത്ത് നിത്യ പറയാണ്, എടോ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ പ്രണയിച്ചത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി നിന്റെ എക്സാം? നന്നായിട്ട് പഠിക്കുന്നില്ലേ? ആ എക്സാം ഒക്കെ വേഗം എഴുതിയെടുക്കണം കേട്ടോ. വീട്ടിൽ നല്ല പ്രഷർ വരുന്നുണ്ട്, നല്ലൊരു ജോലിയൊക്കെ മേടിക്കണം നീ വേഗം. ഇതേ സമയത്താണ് അപൂർവയ്ക്ക് ഒരു കോള് വരുന്നത്. എന്തോ പാർട്ട് ടൈം ജോബിന് വേണ്ടി അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആ ഒരു കോളാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കാശ് വരെ അവന്റെ കയ്യിലില്ലായിരുന്നു. അപ്പൊ ആ ഒരു ചെലവിന് വേണ്ടി നിത്യയോട് ഒരു 2000 രൂപ ചോദിക്കുന്നുണ്ട്. നിത്യ ഒരു 1000 രൂപ നീ ഇപ്പൊ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ, ബാക്കി 1000 ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയണം. എന്തായാലും പിറ്റേ ദിവസം തന്നെ അപൂർവ ഇന്റർവ്യൂവിന് പോവാണ്. ഇന്റർവ്യൂവിൽ ജോലിയെല്ലാം കിട്ടി. പക്ഷെ സാലറി വളരെയധികം മോശമായിരുന്നു. 10,000 രൂപയെ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു മാസത്തിൽ. മാത്രമല്ല ഡെയിലി 4-5 ആർട്ടിക്കിൾ ഐറ്റം എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 15,000 തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു തുടക്കത്തിലുള്ള ആളായതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് തന്നെ പറയാണ്. എന്തായാലും ഓക്കെ എന്ന് സമ്മതിച്ചിട്ട് നമ്മുടെ അപൂർവ പുറത്തേക്ക് ഇറങ്ങാണ്. നിത്യയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിത്യ പറയാണ്, തൽക്കാലം നീ അതിൽ പിടിച്ചു നിൽക്ക്, നിന്റെ ചെലവിനുള്ള പൈസയായിട്ട് നീ അത് കൂട്ടിയാൽ മതി. ഇതിന്റെ ഇടയിൽ നിനക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക, എക്സാമിനെ നന്നായിട്ടൊന്ന് പരിഗണിക്കുന്നേ. എന്തായാലും നിത്യ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അപൂർവ എടുക്കുകയാണ്. മാത്രമല്ല പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്ക് മേടിക്കാൻ പോയപ്പോൾ അത് മുഴുവനായിട്ട് മേടിക്കാനുള്ള കാശ് പോലും അവന്റെ ആ ഒരു കയ്യിലില്ല കേട്ടോ. അപ്പൊ പകുതി ബുക്ക് മേടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു മാർക്കറ്റിൽ വെച്ച് വീണ്ടും ആ ഒരു സ്ട്രേഞ്ച് മാനെ കാണുകയാണ്. ഇയാൾ അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അപൂർവയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. പിന്നീട് അവന്റെ കൂട്ടുകാരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്ക് എങ്ങനെയാണ് എന്റെ അമ്മയെ അറിയുന്നത്, എന്റെ അച്ഛനെ അറിയുന്നത്, അതുപോലെ തന്നെ അച്ഛൻ എന്റെ 5ാമത്തെ വയസ്സിൽ പോയതല്ലേ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ് ഇവര്. അതായത് 5ാം വയസ്സിൽ അപൂർവയ്ക്ക് അച്ഛന് നഷ്ടമായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. ഇതൊക്കെ എങ്ങനെയാണ്, അയാൾ ആരാണ്? അപ്പൊ ഈ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് തല വെച്ച് കൊടുക്കണ്ട, നീ പഠിത്തത്തിലും ജോലിയിലും ശ്രദ്ധിക്കാൻ നോക്ക്. ഇതേ സമയത്ത് തന്നെ അപൂർവ വർക്ക് ചെയ്യുന്ന ഒരു നാടക കമ്പനി ഉണ്ടല്ലോ, അവിടെ ബാക്കിയുള്ളവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച അവൻ കാണുകയാണ്. മുകളിലത്തെ ബിൽഡിങ്ങിൽ ഈ സ്ട്രേഞ്ച് മാനും അതുപോലെ തന്നെ അപൂർവയുടെ അതേ രൂപമുള്ള ഒരാളും. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോ കേട്ടോ. ഇത് കണ്ട് നമ്മുടെ അപൂർവ ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതേ സമയത്ത് തന്നെയാണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും ഇയാളെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഇയാൾ അധികം സംസാരിക്കുന്നില്ല കേട്ടോ. പണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ അങ്ങനെ അധികം ഒന്നും എഴുതാറൊന്നുമില്ല. പണ്ട് എഴുതിയ ഒരു പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കും, അതും സൈക്കിളിൽ അങ്ങനെ പോയിട്ട്. ഇയാൾ ചെരുപ്പൊന്നും ഇടൂല. ഇതുപോലെ എന്തെങ്കിലും നാടകങ്ങളോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. കാശൊന്നും മേടിക്കില്ല, കഴിക്കാൻ
കഴിക്കാനുള്ള ഭക്ഷണവും സ്ഥലവും മാത്രം കൊടുത്താൽ മതി. സോ ഇതുപോലെ ഒരാൾ ഇങ്ങനെ നാടകം നടക്കുന്ന സമയത്ത് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് അവിടെയുള്ള പിള്ളേർ പറയാണ്. പിന്നെ നമ്മുടെ അപൂർവ നിത്യയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അടുത്ത ആഴ്ച ജോലിയുണ്ട്, എന്തായാലും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപൂർവ അമ്മയോടും ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയൊന്നും അല്ല, താൽക്കാലിക ചെലവിന് പിടിച്ചു നിൽക്കാം. എന്തായാലും അമ്മയോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവാണ്. നല്ല മഴയുണ്ടായിരുന്നു. പുറത്ത് ആരും ഒരാൾ നിൽക്കുന്നതായിട്ട് അവന് തോന്നുകയാണ്. പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ അതേ രൂപമുള്ള ഒരാൾ തന്നെ. അവനെന്തോ വല്ലാതെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുകയാണ്. പിറ്റേ ദിവസം രാവിലെ പല്ല് തേക്കുമ്പോൾ ഇതേ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു പ്രായമായിട്ടുള്ള ആളുണ്ടല്ലോ, ഇയാൾ താഴെ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അപൂർവ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. താഴേക്ക് എത്തിയപ്പോൾ അയാളെ കാണാനില്ല. അപൂർവ വീണ്ടും കുറച്ച് ബുക്കുകളൊക്കെ മേടിക്കാനായിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ എത്തി പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളെ വീണ്ടും കാണുകയാണ്. എന്നാൽ ഇത്തവണ അയാൾ അങ്ങനെ വിട്ടുകളയാൻ അപൂർവ തയ്യാറായില്ല. അയാൾ പിന്തുടർന്ന് അയാളെ ഫോളോ ചെയ്ത് പോവാണ്. ഒരു സമയത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആള് അപൂർവയോട് പറയാണ്, എന്നെ വെറുതെ ഫോളോ ചെയ്യേണ്ട, അതിലൊരു കാര്യമില്ല. ഇപ്പൊ അപൂർവ പറയാണ്, ഞാനല്ല നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ എന്നെയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എങ്ങനെയാണ് എന്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത്? ഇതേ സമയത്ത് തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ ആള് പറയാണ്, നീ എന്തായാലും കാത്തിരുന്നേ മതിയാവുള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നീ കാത്തിരിക്കണം. എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ അപൂർവ കൂട്ടുകാരോട് പറയണം. അപ്പൊ കൂട്ടുകാർ വീണ്ടും പറയുന്നത് ഒരു കാര്യമാണ്, വെറുതെ അതിന്റെ പിറകാലം നടക്കണ്ട. പിന്നെ നിന്റെ പെണ്ണിനോടൊന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് വെറുതെ നിങ്ങളുടെ റിലേഷൻ വഷളാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതേ സമയത്താണ് നിത്യ വിളിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് അവൾ ചോദിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ നിത്യയെ കാണാനായിട്ട് അപൂർവ നേരെ ടൗണിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ കൈനോട്ടക്കാരെന്നൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെയോ കാര്യം ചെയ്യുന്ന, ഈ ചാട്ട വെച്ചൊക്കെ മേത്തടിക്കുന്ന ഒരുതരം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇയാളൊരു 100 രൂപ തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപൂർവയുടെ കയ്യിൽ വണ്ടിക്കാശ് വരെ ഇല്ല. അവനെങ്ങനെ ഈ കാശ് കൊടുക്കുക? ചെറുതായിട്ടൊരു ദേഷ്യം തോന്നിയ അപൂർവ പറയാണ്, മര്യാദക്ക് പോയി പണിയെടുത്ത് ജീവിക്കണോ. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ പറയണം, നോക്കിക്കോ, നിന്റെ നിഴല് തന്നെ നിന്നെ ചതിക്കും, നിന്റെ നിഴല് തന്നെ നിനക്ക് പണി തരും. ഇയാളെന്താ ശപിക്കണം? ഒന്ന് പോയടാ അവിടെ നിന്ന്. നമ്മുടെ അപൂർവ നേരെ റോഡിലേക്ക് നോക്കുമ്പോൾ അവൻ അമ്പരപ്പെടുത്തിക്കൊണ്ടൊരു കാഴ്ച അവൻ കാണുകയാണ്. അവന്റെ പെണ്ണിന്റെ കൂടെ അവന്റെ അതേ രൂപമുള്ള ഒരാൾ അങ്ങനെ പോകുന്നു. ഒന്നും നമ്മുടെ അപൂർവയ്ക്ക് തിരിയുന്നില്ല. ഇപ്പൊ ആ ശപിച്ചാളെന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇയാള് ശപിച്ചത് കാര്യമായിട്ട് വന്നതാണോ? ഒരെത്തും അവന് പിടികിട്ടുന്നില്ല കേട്ടോ. രാത്രി ആയപ്പോ ബൈക്കിൽ നമ്മുടെ നിത്യ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അപൂർവ ഇന്ന് വൈകുന്നേരം കണ്ട അതേ ആള് തന്നെ, അവന്റെ അതേ രൂപം തന്നെ. അവൻ വേഗം താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഇയാളെ കാണാനില്ല. അത് മാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ അപൂർവയും ഈ നിത്യയും തമ്മിലുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും അപൂർവയുടെ ആ ഒരു ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ നിത്യയുടെ കൂടെയുള്ളത് നമ്മുടെ ശരിക്കുള്ള അപൂർവയല്ല, അത് മറ്റു ആരോ ആണ്. നമ്മുടെ അപൂർവയ്ക്ക് അതറിയാം. അവൻ ആ ടെൻഷൻ ആവുന്നുണ്ട്, വേജാറാവുകയാണ്. മാത്രമല്ല ആ സമയത്ത് നിത്യ ഒരുപാട് വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ നിത്യ അവനുമായിട്ട്, അതായത് അപൂർവയുടെ അതേ രൂപമുള്ള ആളുമായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചൊരു വീഡിയോ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവന്റെ വാട്സപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ഓഡിയോ മെസ്സേജും. അപൂർവ, ഇന്നലത്തെ ആ ഒരു ഡേറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. ഇന്നലെ നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ എനിക്ക് ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തതിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ, ഐ എം സോ ഹാപ്പി വിത്ത് യു എന്ന് പറഞ്ഞിട്ട് നിത്യ അവന് മെസ്സേജ് അയക്കുകയാണ്. അവന്റെ ഉള്ളിൽ വീണ്ടും കാളിൽ തുടങ്ങി. കാരണം അത് അവനില്ലല്ലോ. പെട്ടെന്ന് തന്നെ നിത്യ വിളിക്കുകയാണ്, എനിക്ക് അർജന്റായിട്ട് സംസാരിക്കണം എന്ന് പറയണം. അവള് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല, നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് വരുത്തി അവളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവള് ചിരിക്കുകയാണ്. നിനക്കെന്താ വട്ടായോ? വെറുതെ കോമഡി ആക്കല്ലേ, ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും. ഇപ്പൊ അപൂർവ പറയാണ്, ഞാനും ആദ്യം വിചാരിച്ചത് ഇത് തോന്നലാണെന്നാണ്, പക്ഷെ നീ ഈ വീഡിയോ അയച്ചു തന്നില്ലേ, അതാ ആ സമയത്താണ് ഞാൻ കൺഫേം ആക്കിയത് ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ നിത്യാണെങ്കിൽ വിശ്വസിക്കുന്നേ ഇല്ല. ഒന്ന് പോടാ അവിടുന്ന്, നിനക്ക് പ്രാന്താന്ന് പറയുമ്പോൾ അപൂർവയ്ക്ക് ദേഷ്യം വരികയാണ്. ആടി, എനിക്ക് പ്രാന്താണ്, ഒരു പ്രാന്തന്റെ കൂടെ നിൽക്കണ്ട, നീ ഇറങ്ങി പൊടി എന്നൊക്കെ പറയുമ്പോൾ നിത്യക്കും ദേഷ്യം വരികയാണ്. അവൾ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് ചെല്ലുകയാണ്. അവളുടെ കാല് പിടിക്കുകയാണ്. അവളോട് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിത്യയോട് അപൂർവ പറയാണ്. ഇവിടെ സീൻ കട്ടായി നമ്മളെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാണ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ കാറുമായിട്ട് ഒരാൾ ആരെയോ കാത്തു നിൽക്കുകയാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കാർ ഓടിക്കുന്ന ആളുടെ പേര് സെൽവ എന്നാണ്. ഇപ്പൊ ആ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ സെൽവത്തിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എങ്ങോട്ടോ പോകാനുള്ള ബസ് എപ്പോൾ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബസ് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വന്ന ആൾ പറയാണ്, എൻ്റെ പേര് അറിവ് എന്നാണ്, എനിക്ക് ഒരു ശാസ്ത്രിയുണ്ട്, മൂപ്പരുടെ ആ ഒരു കലയും മറ്റുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ സെൽവം പറയാണ്, നിങ്ങൾ പറഞ്ഞ ആ ഒരു ശാസ്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൂട്ടാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തായാലും നമുക്ക് ഒരുമിച്ച് പോയാലോ. ഇതേ സമയത്തിന് ഈ ശാസ്ത്രി അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെന്താ, ഇയാളെ കൂടെ കൂട്ടിക്കോ, നമുക്ക് പോകുന്ന വഴിയിൽ സംസാരിച്ച് അങ്ങനെ പോവാലോ. അതായത് ശാസ്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് വന്ന അറിവ് എന്ന് പറഞ്ഞ ഈ ഒരു യുവാവ് ഇയാളെ നേരിട്ട് കണ്ട് അടുത്തിരുന്ന് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയ കേട്ടോ. സോ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശാസ്ത്രി ഇപ്പൊ ഈ ഒരു സെൽവം അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രി പറയാണ്, അയ്യോ എനിക്കിന്ന് വരാൻ പറ്റില്ല, മറ്റൊരു അർജന്റ് ആയിട്ടുള്ള കാര്യത്തിന് പോകാണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യേ, ദൂരെ നിന്ന് വന്ന ആളല്ലേ ഈ അറിവ്, ഇവൻ എന്തായാലും ഹോട്ടലൊന്നും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കണ്ട, ആ ഒരു ഭക്ഷണം നീ വേസ്റ്റ് ചെയ്യും വേണ്ട, ഇവനെ നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഭക്ഷണം ഇവന് കൊടുക്കുകയെന്ന് ശാസ്ത്രി ഈ സെൽവത്തോട് പറയാണ്. എന്തായാലും ശാസ്ത്രി പറഞ്ഞ ആ ഒരു കാര്യം സെൽവ അനുസരിക്കുകയാണ്. അറിവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടുപേരും നല്ല കമ്പനിയായി കേട്ടോ. അതുപോലെ തന്നെ ഈ സെൽവത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അനിയത്തിയായിട്ടുള്ള ദേവകി ഉണ്ടായിരുന്നു. സെൽവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യലാണ്. പഴയ
പഴയ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഒരു കത്തിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ സെൽവത്തിന് അവന്റെ കളക്ഷനിലുണ്ട്. അത് പറവിന് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കോയിൻസും. ഇപ്പോൾ അനിയത്തി ദേവികി പറയുന്നുണ്ട് ചേട്ടന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിധമൊക്കെ ഇതിനു വേണ്ടിയാ ചെലവഴിക്കുന്നതെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഈ കോയിനൊക്കെ ഇപ്പൊ മറിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു തുക തന്നെ കിട്ടും. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഒരു കാര്യം പറഞ്ഞത് അറിവാണ് കേട്ടോ. അറിവിനും ഇതുപോലുള്ള കോയിൻസിന്റെ കാര്യത്തിൽ നല്ല നോളജും ഉണ്ട്, താല്പര്യമുണ്ട്. അത് ആ സംസാരത്തിൽ നിന്ന് സെൽവത്തിന് മനസ്സിലായി. അപ്പൊ സെൽവം പറയാണ് ഇവിടെ തന്നെ ഒരു കോയിൻ ലൈബ്രറി ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നീ വേണമെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയോ. ഇവിടെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. നമ്മുടെ കഥയിലേക്ക് വരികയാണ് അപൂർവ. അവന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ഡാ നിന്നെ കാണാനായിട്ട് ഒരു എഡിറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അയാൾക്ക് എന്തോ ഒരു ജോലി ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. മാസം ഏകദേശം ഒരു 10-40,000 രൂപ ശമ്പളം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഇപ്പോൾ നമ്മുടെ നിത്യയോട് അപൂർവ പറയുന്ന സമയത്ത് നിത്യ പറയാണ്, നീ ഒരു 2 മാസമൊക്കെ പോയിട്ട് ആ ഒരു ജോലി ചെയ്യേ, അത്യാവശ്യം നല്ല കാശ് കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു 2 മാസത്തിന് ശേഷം നീ ജോലി നിർത്തിയേക്ക്, അതിനുശേഷം പൂർണ്ണമായിട്ടും പഠിത്തത്തിലേക്ക് നീ കോൺസെൻട്രേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും നീ ആ ഒരു ജോലിക്ക് പോയെന്ന് നിത്യ അപൂർവയോട് പറയാണ്. വീണ്ടും നമ്മളെ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ് അറിവ് സെൽവം. ഇവർ രണ്ടുപേരെയും കാണിക്കാണ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ സെൽവം പറയാണ്, ഇന്ന് നീ എവിടെയും പോകണ്ട, ഇന്ന് ഇവിടെ നിന്നോ. ആ ഒരു കോയിൻ ലൈബ്രറി ഉണ്ട് എന്ന് പറയില്ലേ, നിനക്ക് അതിൽ താല്പര്യം ഉണ്ടല്ലോ, നമുക്ക് നാളെ നേരെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. അറിവും അതിന് സമ്മതിക്കാണ്. രാത്രി ആ ഒരു വീട്ടിൽ തന്നെ അവൻ താമസിക്കുകയാണ്. ഇപ്പൊ അറിവിന്റെ അടുത്തേക്ക് ദേവകി വരുന്നുണ്ട് കേട്ടോ, അതായത് സെൽവത്തിന്റെ അനിയത്തി. രണ്ടുപേരും നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ ദേവകിയുടെ ചേട്ടനായിട്ടുള്ള സെൽവം അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളുമാണ് കേട്ടോ. അപ്പോൾ ഒരേ വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നേരം സംസാരിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഒരു കോയിൻ ലൈബ്രറിയിലേക്ക് പോകാൻ പോകുന്നത് ഈ ഒരു അറിവ് അതുപോലെ തന്നെ ദേവകിയും കൂടിയിട്ടാണ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ടൈമിലേക്ക് വരികയാണ്. നമ്മുടെ അപൂർവയ്ക്ക് നിത്യ ആ ഒരു പുതിയ ജോലിക്ക് പോകാനായിട്ട് ഒരു ബ്ലൂ ഷർട്ട് മേടിച്ചിട്ടുണ്ട്. അവൻ ആ ഒരു പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ വാനിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് കയറുന്നുണ്ട്. ആ മനുഷ്യന് അവന്റെ അതേ രൂപമായിരുന്നു. എന്നാൽ വന്ന് കയറിയ ആളെ പെട്ടെന്ന് തന്നെ കാണാതാവുകയാണ്. അപൂർവയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തെവിടെ സംഭവിക്കുന്നതെന്ന്. അവനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് സീറ്റിൽ ഇയാൾ വന്നിരിക്കുകയാണ്. മാത്രമല്ല അപൂർവയെ നോക്കിയിട്ട് ഇയാൾ പറയാണ്, ഒരു കാരണവശാലും നിനക്ക് ഇപ്പൊ കിട്ടിയ ആ ഒരു ജോലി ഉണ്ടല്ലോ, ആ ജോലിക്ക് നീ പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശക്തമായ രീതിയിൽ പേടിയോടെ അപൂർവയുടെ അതേ രൂപമുള്ള ആള് വന്നിട്ട് അപൂർവയോട് വാൺ ചെയ്യാണ്. പക്ഷെ വ്യക്തമായിട്ട് അവനോടിട്ടൊന്നും പറയുന്നുമില്ല. അവനാകെ ഭയന്നുപോയി, ഇതെന്താണെന്ന് തിരിയുന്നുമില്ല. ഇവിടുന്ന് വീണ്ടും നമ്മളെ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകണം. അതായത് അറിവ് അതുപോലെ തന്നെ ദേവകി രണ്ടുപേരും കൂടെ ആ ഒരു കോയിൻ ലൈബ്രറിയിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് കനകയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഇയാളോട് കോയിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടുന്നാ വന്നേന്ന് കനകയ്യ ചോദിക്കുമ്പോൾ അറിവ് അവൻ മൈസൂരിന്നാ വരുന്നതെന്ന് പറയാണ്. മൈസൂരിന്ന് എവിടെയാണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇയാളിത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്ത് ഇയാൾക്ക് വട്ടായോ എന്നിങ്ങനെ അറിവും ദേവകിയും വിചാരിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ ഫ്ലാഷ് ബാക്കിൽ നിന്നും മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതായത് ഈ ലൈബ്രറിയൻ ആയിട്ടുള്ള കനകയുടെ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക്. ഇയാൾക്കൊരു മകളുണ്ട് രേവതി. ഇപ്പൊ ഈ കനകയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് മാത്രമല്ല അവളെന്തോ അച്ഛനോട് വെള്ളവും ചോദിക്കുകയാണ്. അതായത് ഈ ഒരു മനുഷ്യന് മകളോട് അത്രയും താല്പര്യമാണ് എന്നാണ് ആ ഒരു സീനിലൂടെ കാണിച്ചു തരുന്നത്. മീൻസ് ഒരുപാട് ഇഷ്ടമാണ് മകളെ. പിന്നീട് എന്ത് നടന്നു എന്ന് കാണിക്കുന്നില്ല. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു വീണ്ടും ഇപ്പോഴത്തെ ആ ഒരു സമയത്തിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ അപൂർവ ആ ഒരു പുതിയ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവനെ വിളിച്ച ആ ഒരു എഡിറ്റർ വീട്ടിലേക്ക് അവൻ ചെല്ലുകയാണ്. ആ ആളെ കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവനെ ഫോളോ ചെയ്ത ആ ഒരു സ്ട്രേഞ്ച് മാൻ ഉണ്ടല്ലോ, അയാൾ തന്നെ. ഇനി മുതൽ അയാളെ നമുക്ക് എഡിറ്റർ എന്ന് വിളിക്കാം. ഇപ്പൊ ഈ ഒരു എഡിറ്റർ അവന് വേണ്ടി ചില ജോലികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അപൂർവ ഒരു അമ്പരപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എഡിറ്റർ പറയണേ, ഞാൻ പറഞ്ഞല്ലോ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങൾ നീ അറിയും. ഇവിടുന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതായത് ആ ഒരു ലൈബ്രറിയിൽ തന്നെയാണ് ഇപ്പൊ അറിവും അതുപോലെ ദേവികയുള്ളത്. ഇപ്പൊ ഇവരുടെ അടുത്ത് ആ ഒരു കനകയ്യ ഇല്ലാട്ടോ, ഇയാൾ എങ്ങോട്ടോ ബേക്കിലേക്കിട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ തന്റെ കയ്യിൽ എന്തോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറിവ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി തുറക്കുകയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെട്ടിയായിരുന്നു, ഒരു സിൽവർ കളർ ബോക്സ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു വീണ്ടും ഇപ്പോഴത്തെ സമയത്തിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ എഡിറ്ററെയും അതുപോലെ തന്നെ അപൂർവയും കാണിക്കുകയാണ്. നിനക്കറിയാത്ത കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാന്നിട്ട് ഇയാൾ ഷെൽഫിൽ നിന്നും ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ അറിവിന്റെ കയ്യിൽ കണ്ട അതേ പെട്ടി തന്നെയാണ് ഇയാളുടെ കയ്യിലുള്ളത്. എന്തായാലും ഈ ഒരു എഡിറ്റർ ആ ഒരു പെട്ടി എടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ അപൂർവയോട് പറയാണ്, എന്റെ പേര് അറിവ് എന്നാണ്, എന്റെ സ്ഥലം മൈസൂറാണ്. അതായത് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കാണുന്ന ആ ഒരു അറിവ് അതുപോലെ തന്നെ ഈ ഒരു എഡിറ്റർ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. എന്നാലും നമുക്ക് ഇയാളെ എഡിറ്റർ എന്ന് തന്നെ വിളിക്കാട്ടോ തൽക്കാലം. എന്നിട്ട് ആ ഒരു പെട്ടി ആ ഒരു ടേബിളിൽ വെച്ചിട്ട് ഈ അപൂർവയോട് എഡിറ്റർ പറയാണ്, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എഡിറ്റിംഗ് വർക്കിനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതാനോ അങ്ങനെയൊന്നുമല്ല, ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ്. നിനക്ക് അറിയണ്ടേ നിന്റെ അമ്മ ആരാണ്, നിന്റെ അച്ഛൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കേട്ടപ്പോൾ അപൂർവ പറയാണ്, എനിക്കൊന്നും അറിയണ്ട, നിങ്ങളുടെ എക്സ്പെരിമെന്റും കാര്യങ്ങളും ജോലിയും കാശും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അപൂർവ പോകാൻ നിൽക്കുമ്പോൾ അപൂർവയെ തടുത്ത് നിർത്തുകയാണ്. അപൂർവയോട് ഈ എഡിറ്റർ പറയാണ്, എടാ നിനക്ക് ഒരു മാസം ഞാൻ 10 ലക്ഷം രൂപ തരാം, നീ എന്റെ കൂടെ നിൽക്ക്, നിനക്കൊരു ടാലന്റ് ഉണ്ട്, അതെന്താണെന്ന് നീ മനസ്സിലാക്കാതെ പോകരുത്. സാധാരണ ഒരു മനുഷ്യൻ കണ്ണ് ഇടക്കിടക്ക് ഇങ്ങനെ ചിമ്മിക്കളയാറുണ്ട്, പക്ഷെ നിന്റെ കണ്ണുകൾ നിനക്ക് അരമണിക്കൂറോളം ചിമ്മാതിരിക്കാൻ കഴിയും, അത് തന്നെയാണ് നിന്റെ ആ ഒരു ടാലന്റ്. ഇനി നിന്നോട് ഞാൻ ആ ഒരു രഹസ്യം പറയാം. എന്റെ കയ്യിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട്, അതൊരു ഡ്രോപ്പ് ആണ്. അതിൽ കണ്ണിൽ ഉറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 33 വർഷം പിന്നിലേക്ക് വരെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അതിന്റെ ഉള്ളിലുള്ള ഏത് സമയം വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാനും പറ്റും. പക്ഷേ ഭൂതകാലത്തിലേക്ക് പാസ്റ്റിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ
അവിടെ നിന്ന് ചിമ്മിയാൽ അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ആയിട്ട് വരും. എനിക്കൊന്നും അധികം നേരം കണ്ണിങ്ങനെ അടക്കാതെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ നിനക്ക് ഒരുപാട് നേരം കണ്ണടക്കാതെ നിൽക്കാനുള്ള ആ ഒരു ടാലന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്. ഇതെല്ലാം കേട്ടിട്ടും അപൂർവ ഇതിന് സമ്മതിക്കുന്നില്ല. ഇതെന്തൊക്കെയോ ഉടായ്പാണെന്ന് തോന്നിയിട്ട് പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഈ എഡിറ്റർ പറയാണ്, നിനക്ക് നിന്റെ അച്ഛനെ നേരിട്ട് കാണണ്ടേ, അയാളോട് നിനക്ക് സംസാരിക്കണ്ടേ, അതിനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അപൂർവ കിടന്ന് പരുങ്ങാണ്. അതായത് അച്ഛൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല, അയാൾ ആരാണെന്ന് അറിയാനുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാതെ ഇവിടെ വെച്ച് വീണ്ടും നമ്മുടെ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അതായത് ആ ഒരു കോയിൻ ലൈബ്രറിയിലേക്ക് പോയ നമ്മുടെ അറിവ്, അതുപോലെ തന്നെ ദേവകി, ഇവര് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയ കനകയെ കാണാനുമില്ല. അവിടെ നിന്ന് എന്തൊക്കെ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നുണ്ട്. ഇപ്പൊ കനകയുടെ ഓർമ്മയിൽ കാണിക്കുകയാണ് ഇയാളുടെ മകൾ, അതായത് രേവതി എന്തോ ഒരു ട്രിപ്പിന് വേണ്ടി മൈസൂരിലേക്ക് പോയതാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. പിന്നീട് അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ട് ഈ അറിവും അതുപോലെ തന്നെ ദേവകിയും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാത്രവും അതിലെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇയാളുടെ തലയിലൂടെ വീണ് അതിലത്തെ ഒരു ഫോട്ടോയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇയാളൊരു പ്രാന്തനെ പോലെ എന്തോ മാനസിക നില തെറ്റിയതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മകളെ കാണാതായതാണ്, മൈസൂരിലേക്ക് പോയതാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അത് ഈ ഒരു മനുഷ്യന്റെ മാനസിക നിലയെ ആകെ തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ മൈസൂരിൽ നിന്ന് വന്ന ഈ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ സെൽവത്തിന്റെ അനിയത്തിയായിട്ടുള്ള ദേവകി, അത് തന്റെ മകളാണെന്ന് ഇയാൾ സങ്കല്പിക്കുകയാണ്. മോളെ മോളെ എന്ന് വിളിച്ച് ഈ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇവിടെ ഫ്ലാഷ് ബാക്ക് വീണ്ടും ക്ലോസ് ചെയ്യാണ്, ഇന്നത്തെ സമയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. അതായത് ഇപ്പോ ഈ ഒരു എഡിറ്ററുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അപൂർവ ഉള്ളത്. അവൻ അവന്റെ അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, നിനക്ക് നിന്റെ ഫാമിലി നേരിട്ട് കാണാൻ കഴിയും, എന്റെ കൂടെ നിൽക്കുകയാണ്, ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ. ഇതേ സമയത്ത് തന്നെ അപൂർവയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് അവന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരന്റെ വണ്ടി എടുത്ത് വന്നത്. അപ്പൊ ആ ഒരു വണ്ടി വേഗം കൊണ്ടേ കൊടുക്കണമെന്ന് പറയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അപൂർവയോട് വീണ്ടും എഡിറ്റർ പറയാണ്, തീർച്ചയായിട്ടും നീ തിരിച്ചു വരണം, എന്നാലേ നിനക്ക് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ. അടുത്ത സീനിൽ വീണ്ടും നമ്മളെ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അതായത് കനകയ്യ ഒരു പ്രാന്തനെ പോലെ പെരുമാറുകയാണ്. ദേവകി മകളാണെന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ നോക്കുകയാണ്. ഇതേ സമയത്തിന് അറിവ് ഇതിനെ തടുക്കാൻ നോക്കുമ്പോൾ അറിവിനെ തള്ളിയിടുകയാണ്. ഇവന്റെ തല ചെന്ന് പിറകിലിടിച്ചു. മാത്രമല്ല കഴുത്തിലേക്ക് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ പിന്നീട് ദേവകി ഈ അറിവിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് കനകയ്ക്ക് ഒരു ഇച്ചിരി നേരം ഞാൻ പ്രാന്തമായിട്ട് പെരുമാറി എന്നുള്ള കാര്യം മനസ്സിലായത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും കൊണ്ടുപോകണം. അതായത് കൂട്ടുകാരന്റെ വണ്ടി കൊണ്ടേ കൊടുക്കാനായിട്ട് നമ്മുടെ അപൂർവ അവന്റെ ആ ഒരു വാനിലേക്ക് കയറുമ്പോൾ അവന്റെ കൂടെ തന്നെ ഈ ഒരു സെൽവം അതുപോലെ തന്നെ സെൽവത്തിന്റെ ഭാര്യ നിൽക്കുന്നത് കാണുകയാണ്. അതായത് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കാണുന്ന ഈ സെൽവാണ് അവന്റെ ആ ഒരു അച്ഛൻ്റെ. വല്ലാത്ത രീതിയിൽ അവനങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചിലപ്പോൾ ഇത് അവന്റെ ഒരു തോന്നലായിരിക്കാം. എന്തായാലും വണ്ടി കൊണ്ടേ കൊടുക്കാനായിട്ട് അവൻ പോവുകയാണ്. ഇവിടെ വെച്ച് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അതായത് ആ ലൈബ്രറിയിലേക്ക് പോയിട്ട് നമ്മുടെ അറിവിന് ഇതുപോലെ പരിക്കെല്ലാം പറ്റിയല്ലോ. സോ സെൽവം വന്നിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കുമ്പോൾ അറിവ് കാര്യങ്ങളൊക്കെ പറയണം. മാത്രമല്ല നിങ്ങളുടെ അനിയത്തി ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ പരിക്കോട് കൂടിയിട്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടത്. ആ ഒരു സമയത്ത് അറിവ് ദേവികയെ നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രണയം തുടങ്ങിയെന്നാ തോന്നുന്നത്. ആ നോട്ടത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പത്തെ കഥയിലേക്ക് വരികയാണ്. അപൂർവ രാത്രിയായപ്പോൾ അവന്റെ അമ്മയെ വിളിക്കണം. അമ്മേ, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്, അച്ഛൻ എന്താ സംഭവിച്ചത്, അച്ഛൻ എന്തിനാ അമ്മ നമ്മൾ വിട്ടുപോയത്, അച്ഛൻ എന്തായിരുന്നു പ്രശ്നം? ഇതേ സമയത്തിന് അപൂർവയുടെ അമ്മ പറയണ, മോനെ, അച്ഛന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിന്റെ 5ാമത്തെ വയസ്സ് വരെ അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം മിസ്സാകുന്നത് വരെ അയാൾ ഹാപ്പി ആയിരുന്നു, നിന്റെ അച്ഛൻ ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തെ പലരും അവസാനമായിട്ട് കണ്ടത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പാലത്തിന്റെ അടുത്ത് വെച്ചാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കാറും ആ ഒരു പാലത്തിന്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നും അമ്മയ്ക്ക് അറിയില്ല മോനെ. എന്തായാലും അപൂർവ വീണ്ടും ആ ഒരു എഡിറ്ററെ കാണാൻ വേണ്ടി ഇയാളുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്തായാലും അയാളുടെ കൂടെ ആ ഒരു എക്സ്പെരിമെന്റിന് കൂടെ നിൽക്കാന്ന് അപൂർവ സമ്മതിച്ചിട്ടുണ്ട്. അതായത് അപൂർവയുടെ കയ്യിൽ ഒരു വാച്ച് വെച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല അതിൽ ഇവർക്ക് പാസ്റ്റിലേക്ക്, ഭൂതകാലത്തിലേക്ക് പോകേണ്ട ആ ഒരു സമയം, സ്ഥലം, ദിവസം, മാസം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ സെറ്റ് ചെയ്തു. കണ്ണിലേക്ക് ഒരു തുള്ളി ആ ഒരു മരുന്ന് ഒറ്റിച്ചു. അതായത് അപൂർവ മാത്രമല്ല ഈ ഒരു എഡിറ്ററും ഇതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഇവർ ആ ഒരു ഭൂതകാലത്തിലേക്ക് പോവാണ്. അതായത് ഇവരിപ്പോൾ പോയ ആ ഒരു സമയം എന്ന് പറയുന്നത് ഓർമ്മയുണ്ട് നമുക്ക്. കഥയുടെ ഒരു ഭാഗത്ത് വെച്ച് ആ ഒരു നാടകത്തിന്റെ പ്രാക്ടീസ് നമ്മുടെ അപൂർവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നോക്കിയപ്പോൾ ജനലിന്റെ ഉള്ളിലൂടെ അവന്റെ അതേ രൂപമുള്ള ഒരാളും അതുപോലെ തന്നെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളെ അവൻ ഒന്ന് കണ്ടില്ലേ. ആ ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ അപൂർവ ടൈം ട്രാവൽ ചെയ്ത് പിന്നിലേക്ക് പോയി എന്ന് പറയുന്നില്ലേ, അവനെയാണ് നേരത്തെ അപൂർവ കണ്ടത് കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു ഷോക്കിൽ ടൈം ട്രാവൽ ചെയ്ത് വന്ന അപൂർവ കണ്ണടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ആയിട്ട് അവരുടെ ഒരു എന്താ പറയാ ടൈം ട്രാവൽ സ്റ്റോപ്പ് ആയിട്ട് ഇപ്പത്തെ ആ ഒരു സമയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ അപൂർവയുടെ ഈ എഡിറ്റർ പറയുന്നുണ്ട്, ഒരിക്കലും ഒരാൾ നോക്കി നിൽക്കേ നീ ഇങ്ങനെ കണ്ണടക്കാൻ പാടില്ല, കാരണം അവർ പാനിക്കായി പോകും. നിനക്ക് അഥവാ ഇതുപോലെ റിട്ടേൺ ആയിട്ട് വരണമെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് നീ റിട്ടേൺ ആയിട്ട് വരണം. അതായത് കണ്ണ് അടയ്ക്കണം. കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം ട്രാവൽ എല്ലാം വിട്ട് ഇവർക്ക് ഇവരുടേതായ സമയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയും. ഇപ്പൊ അപൂർവ ഈ ഒരു എഡിറ്ററോട് പറയണം, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമെന്ന്. അപ്പൊ ഈ ഒരു എഡിറ്റർ നേരെ അടുക്കളയിലേക്ക് പോയ സമയം നോക്കി അപൂർവ വേഗം തന്നെ 10-30 വർഷത്തും പിന്നിലേക്ക് ഈ ഒരു വാച്ച് സെറ്റ് ചെയ്യാണ്. ആ ഒരു മരുന്നെടുത്ത് കണ്ണിലാക്കുന്നുണ്ട്. കണ്ണിന്റെ ആ ഒരു കറുപ്പ് നിറമെല്ലാം മാറി അത് വെള്ളയായി അവന്റെ കണ്ണ് അടയുന്നുണ്ട്. നേരെ 33 വർഷം പിന്നിലേക്ക് അവൻ പോവുകയാണ്. ഒരു വിജനമായിട്ടുള്ള റൂട്ടിൽ അവൻ നിൽക്കുകയാണ്. അതിലൂടെ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല അവന്റെ അച്ഛനായിട്ടുള്ള സെൽവൻ തന്നെയായിരുന്നു. എന്ന് സെൽവത്തിന് അറിയില്ലല്ലോ, ഇത് അയാളുടെ മകനാണ്. സെൽവ ഇപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ഡൈവ് എടുത്ത് അവിടുന്ന് പോവുകയാണ്. ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് തന്നെ അപൂർവ കണ്ണടച്ചു പോകുന്നുണ്ട്. അവൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു സെൽവ ഉണ്ടല്ലോ,
ഉണ്ടല്ലോ ഇയാളുടെ വീട്ടിലേക്ക് പോയ ആ ഒരു സമയം നോക്കിയിട്ട് ആ സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോവാണ്. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു അപൂർവ നോക്കുമ്പോൾ സെൽവം മകനെന്തോ ഉമ്മയെല്ലാം കൊടുത്തിട്ട് എന്തോ ഒരു വിഷമത്തിലാണ് ആ ഒരു വീട്ടിൽ നിന്നും വന്ന് ഇറങ്ങുന്നത്. പിന്നീട് നേരെ പോകുന്നത് ആ ഒരു പാലത്തിന്റെ അടുത്തേക്കാണ്. ഇയാൾ എന്തൊക്കെയോ അവിടെ വെച്ച് ചെയ്തു അവസാനം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്താണെന്ന് അപൂർവയ്ക്ക് മനസ്സിലായി. വീണ്ടും അവൻ ഇതുപോലെ ടൈം ട്രാവൽ ചെയ്തിട്ട് വരികയാണ്. അതായത് ആ ഒരു പാലത്തിന്റെ അടുത്ത് വെച്ച് അവന്റെ അച്ഛൻ എന്താണ് കാണിച്ചത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഇയാൾ ആദ്യം ആ ഒരു കാറിന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്തെല്ലോ കാണിച്ചിട്ട് അവസാനം ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയ അപൂർവ ആ ഒരു കാറിൽ എന്താണെന്നുള്ള പരിശോധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ എന്തൊക്കെയോ ചില ഫോട്ടോസ് മാത്രം. എന്തായാലും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അപൂർവ ആകെ തളർന്നു പോവാണ്. ഇവന്റെ കൈ തട്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണടഞ്ഞു പോവാണ്. മാത്രമല്ല ആ ഒരു ടൈം ട്രാവലിംഗ് നിർത്തി നേരെ ഇപ്പത്തെ ആ ഒരു സമയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു കണ്ണിൽ ഒറ്റിക്കുന്ന ആ ഒരു ഡ്രോപ്പ് അവന്റെ കൈ തട്ടി നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ പോയ എഡിറ്റർ വരുന്നത്. ഇയാൾ പറയാണ്, ഒരു കാര്യം മോനെ ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. അതായത് ഇതുപോലൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിന് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഞാൻ നിന്നോട് ആദ്യമേ പറയണമായിരുന്നു. ഒരു ദിവസം ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ 3 തവണയിൽ കൂടുതൽ ടൈം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിന്റെ കാഴ്ച തന്നെ നഷ്ടമാകുമായിരുന്നു. എന്തായാലും എന്തോ ഭാഗ്യത്തിന് ആ ഒരു കുപ്പി തട്ടി പൊട്ടിപ്പോയല്ലോ, അതുകൊണ്ട് നീ പോയില്ല, കാഴ്ചയും നഷ്ടമായില്ല. എന്നാൽ അപൂർവ ഇപ്പൊ ഈ എഡിറ്ററോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് എന്റെ അച്ഛൻ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടി മരിച്ചു കളഞ്ഞത്? ഇപ്പോൾ എഡിറ്റർ പറയാണ്, അതെനിക്കറിയില്ല, നീ തന്നെ അത് കണ്ടുപിടിക്കണം. ഇന്ന് വേണ്ട, നാളെ നിന്റെ അച്ഛൻ ചാടുന്നതിന് തൊട്ട് മുന്നേട്ട് അങ്ങോട്ടേക്ക് പോവുക, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കുക. എന്തായാലും ഈ ഒരു കാര്യം നീ ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല, ഇതിന് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. എന്തായാലും അപൂർവ ഇപ്പൊ നേരെ ആ ഒരു നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിത്യ അവിടെ ഉണ്ട്. അവളോട് ഈ ഒരു കാര്യമൊക്കെ പറയാൻ പറ്റുമോ? അവൾ എന്തായാലും വിശ്വസിക്കില്ല. ഈ കാര്യങ്ങളൊന്നും അവളിട്ട് കാണിക്കാനും പറ്റില്ല. പക്ഷെ നിത്യ വിചാരിക്കുന്നത് ഈ ഒരു ജോലിയുടെ പ്രഷർ, അതുപോലെ തന്നെ എക്സാമിന്റെ ആ ഒരു പ്രഷർ, ഇതൊക്കെ കൊണ്ടാണ് അപൂർവ വല്ലാതെ ഡിസ്റ്റർബ് ആയി നിൽക്കുന്നതെന്നാണ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതായത് സെൽവത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും അറിവുള്ളത്. അപ്പൊ അറിവ് എന്തോ ഒരു ആവശ്യത്തിന് രാവിലെ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ദേവിക്ക് ചോദിക്കുന്നുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വരണോന്ന്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് അറിവ് പറയാണ്. ഇവർ ഈ സംസാരിക്കുന്നതും കൂടുതലായിട്ട് അടുത്ത് ഇടപഴകുന്നതൊക്കെ സെൽവം കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ സെൽവം അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം സെൽവത്തിന് മനസ്സിലായി രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണ്. മാത്രമല്ല ഇവനൊരു നല്ല മനുഷ്യനാണ്, ഒരു മാന്യതയുള്ള ആളാണ്. എന്തായാലും ഈ ദേവികയും കൂട്ടാതെ അറിവ് നേരെ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നതല്ലേ, അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ ഈ അറിവിന്റെ കയ്യിൽ ടൈം ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മരുന്നും ആ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ട് അറിവ് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കനകയ്യ, അതായത് ലൈബ്രറിയൻ ആയിട്ടുള്ള ഇയാളുടെ മകൾ രേവതി മിസ്സായി എന്ന് പറയുന്നില്ലേ, അന്ന് ആ പെൺകുട്ടി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ സമയത്തേക്ക് ടൈം ട്രാവൽ ചെയ്യും. എന്നിട്ട് ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തു പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, അപൂർവയുടെ ആ ഒരു ടൈം ലൈനിൽ നിന്നും അവൻ ടൈം ട്രാവൽ ചെയ്ത് അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയത്തേക്ക് വരികയാണ്. ചുറ്റും നോക്കുകയാണ് അച്ഛൻ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. പ്രത്യേകിച്ചൊന്നും അവൻ കാണുന്നില്ല. ഇവിടുന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിലെ അറിവ് ടൈം ട്രാവൽ ചെയ്തില്ലേ, അത് കാണിക്കാണ്. അതായത് അറിവ് പാരുടെ പിന്നാലെയാണ്, ആ ഒരു കനകയുടെ മകളായിട്ടുള്ള രേവതിയുടെ പിന്നാലെയാണ്. അവൾ ബാഗിൽ നിന്നും എന്തൊക്കെയോ ഒരു ലെറ്റർ എടുത്ത് വായിക്കുകയാണ്. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. മാത്രമല്ല ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് എങ്ങോട്ടോ പോവാണ്. ഈ അറിവ് അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടൈം ട്രാവൽ ചെയ്ത് പോയ നമ്മുടെ അപൂർവ ഒരു വെള്ളത്തിലൂടെ, ഒരു തോണിയിലൂടെ അങ്ങനെ പോവാണ്. അതായത് ഈ വെള്ളത്തിലേക്കാണ് അവന്റെ അച്ഛൻ ഇനി എടുത്ത് ചാടാൻ വേണ്ടി പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ടൈം ട്രാവൽ ചെയ്ത നമ്മുടെ അറിവിനെ കാണിക്കാണ്. അതായത് ഈ കനകയുടെ മകളുണ്ടല്ലോ രേവതി, അവളും മറ്റേതോ ഒരു പാലത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ അതിനെ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന നമ്മുടെ അറിവ് തടുക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രേവതിയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല അറിവിന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് അവളുടെ കയ്യിലേക്ക് ഊരി വരികയാണ്. ഒരു കറുത്ത മോതിരമാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ അറിവിനെ കാണാതാവുന്നുണ്ട്. അതായത് അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അവൻ എവിടുന്നാണോ ടൈം ട്രാവൽ ചെയ്ത് വന്ന അതേ സമയത്തിലേക്ക് തന്നെ അറിവ് തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് നമ്മുടെ അപൂർവ അവൻ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ സെൽവം ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് മരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ അപൂർവ ആ ഒരു വെള്ളത്തിലേക്ക് ചാടിയിട്ട് അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു തോണിയിലേക്ക് കെടുത്തുകയാണ്. മാത്രമല്ല ആ വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ അപൂർവ ഒന്ന് കണ്ണടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും അവന്റെ ടൈമിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. മാത്രമല്ല കനകയുടെ മകളായിട്ടുള്ള രേവതി, അവളും ഇതുപോലെ ഒരു അന്താളിപ്പിൽ നിൽക്കുകയാണ്. അതായത് മരിക്കാൻ നിൽക്കുന്നോടുന്ന് എന്തോ പെട്ടെന്ന് സംഭവിച്ചു, ആര് വന്ന് അവളെ തള്ളിയിട്ടു, രക്ഷപ്പെടുത്തി. ആ അന്താളിപ്പിലാണ് ശരിക്കും കനകയുടെ മകളായിട്ടുള്ള രേവതി ഇപ്പോൾ ഉള്ളത്. അതായത് ഇതൊക്കെ നടക്കുന്നത് ഫ്ലാഷ് ബാക്കിലാണ്. ഇപ്പൊ റിയൽ ടൈമിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ അപൂർവയെ കാണിക്കാണ്. അതായത് അച്ഛനെ രക്ഷപ്പെടുത്തി ആ ഒരു കൊട്ടത്തോണിയിലാക്കിയല്ലോ, എന്നാൽ അച്ഛൻ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപൂർവയ്ക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു കാര്യം എഡിറ്ററോട് ചോദിക്കുമ്പോൾ എഡിറ്റർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞുതരാന്ന് പറയാണ്. അതായത് ഇനി അപൂർവയ്ക്ക് പോകാൻ കഴിയില്ല അങ്ങോട്ട്. എന്തായാലും അന്ന് അവൻ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മുടെ കൊണ്ടുപോവാണ്. അതായത് ഒരു ദിവസം രാത്രി നമ്മുടെ സെൽവത്തിന്റെ ഭാര്യ അനിയത്തിയായിട്ടുള്ള ദേവകി കൂടെ അറിവുണ്ട് കേട്ടോ. അതായത് അറിവ് പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ സെൽവം എന്തോ ഒരു കാര്യം അറിവിനോട് പറയാൻ നിൽക്കുകയാണ്. അറിവേ, നീ ആരാണ്, എവിടുന്നാ വന്നത്, എന്തിനാ വന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ നീ ഒരു നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോ എനിക്കൊരു കാര്യം നിന്നോട് പറയാണ്ടെന്ന് പറയുമ്പോൾ ദേവകി പെട്ടെന്ന് തന്നെ പറയണ, ചേട്ടാ അത് വേണ്ട. ഇപ്പോ സെൽവത്തിന്റെ ഭാര്യ പറയണ, എന്താണ് ദേവകി, നിനക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ ചേട്ടൻ പറയട്ടെ. ഇപ്പൊ ദേവകി പറയണ, വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം. അറിവ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്നുണ്ട്, കൂടെ ജീവിക്കണമെന്നുണ്ട്, അത്രയും വേറെ ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ അറിവിനും ഭയങ്കരമായിട്ട് സന്തോഷമാകുവാണ് കേട്ടോ. കാരണം എവിടുന്നോ വന്ന ഇവനെ
അനാഥനായിട്ടുള്ള ഇവനെ ഇവർക്ക് അത്രയും വിശ്വാസമായി. ഇവരുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി അവനെ ക്ഷണിക്കുകയാണ്. അവർക്കും ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്, ദേവകിക്കും ഇഷ്ടമാണ്. സോ ഈ രീതിയിൽ ഇവനിങ്ങനെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അറിവ് ഇവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം തിരിച്ചു കാണിക്കാൻ അവരോട് നന്ദിയും പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് ഇവിടെ കഴിയാണ്. അടുത്ത സീനിൽ നമ്മുടെ അപൂർവ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അതായത് പിറ്റേ ദിവസം എഡിറ്റർ അച്ഛൻ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപൂർവയുടെ കൂടെ ഇന്ന് രാത്രി നമ്മുടെ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, ആ എഴുത്തുകാരൻ, അധികം സംസാരിക്കൊന്നും ചെയ്യാത്ത നാടകത്തിൽ ഇവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആള്, അയാൾക്ക് വേറെ കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അപൂർവ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഉള്ളിലേക്ക് കിടന്നു എന്ന് പറയുമ്പോൾ ഈ മാസ്റ്റർ ഇല്ല, ഞാൻ ഇവിടെ പുറത്ത് തന്നെ കിടന്നോളാന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട്. ഇയാൾ സംസാരിക്കൊന്നുമില്ല. അപ്പൊ ഈ മാസ്റ്റർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് അപൂർവ പറയാണ് ഭക്ഷണം കഴിച്ചെങ്കിൽ ഉള്ളിലേക്ക് വന്നു. അവിടെ ഭയങ്കര കൊതുകാണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ആംഗ്യ ഭാഷയിൽ തന്നെ പറയണ വേണ്ട, ഞാനിവിടെ കിടന്നോളാന്ന്. അങ്ങനെ മാസ്റ്റർ അവിടെ കിടക്കുകയാണ്. ഇപ്പൊ ജനലിലൂടെ അപൂർവ മാസ്റ്റർ അങ്ങനെ നോക്കുന്നുണ്ട്. മാസ്റ്റർ ആണെങ്കിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു അന്താളിപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അപൂർവ പോയി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ മാസ്റ്റർ വിളിക്കാൻ വേണ്ടി അപൂർവ ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഒരനക്കവും ഇല്ല കേട്ടോ. ഒരു സംശയത്തിന്റെ പേരിൽ മാസ്റ്ററുടെ മൂക്കിൽ അവൻ കൈവച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ ഒരു കാര്യം എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുകയാണ് കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞു. ഇപ്പൊ ഇവരുടെ ടീമിലെ തന്നെ ആ ഒരു നാടകത്തിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ, ഇയാൾക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. സോ ആ ഒരു കുഞ്ഞിന്റെ ഉണ്ടായതിന്റെ ആ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് കുഞ്ഞിന് പേര് വെക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഡയറക്ടർ പറയാണ് അറിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാണിത്, അറിവ് എന്ന്. ഇപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അപൂർവ ചോദിക്കുന്നുണ്ട്, അല്ല അറിവ് എന്നുള്ള ആ ഒരു പേരിനോട് എന്താണ് നിനക്ക് ഇത്ര ഇഷ്ടം? ഇപ്പൊ ഈ ഒരു ഡയറക്ടർ പറയാണ്, ഇപ്പൊ മരിച്ചുപോയില്ല നമ്മുടെ മാസ്റ്റർ, അദ്ദേഹം എഴുതിയ ഒരു പഴയ കഥയുണ്ട്, ടൈം ട്രാവലിനൊക്കെ ബേസ് ആയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയിൽ ഒരു കഥാപാത്രമാണ് ഈ അറിവ്. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ അറിവ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര് എന്റെ മകന് ഞാൻ വെക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഈ മാസ്റ്റർ എഴുതി ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ഡയറക്ടർ പറയണേ ഇല്ല അത് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല, അത് അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിൽ ചുമ്മാ ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു പുസ്തകം എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ, കിട്ടിയാൽ അതിന്റെ ഓരോ ഭാഗമായിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ നിനക്ക് അയച്ചു തരാന്ന് പറയണം. എന്തായാലും ഈ ഒരു ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ അപൂർവയ്ക്ക് അതിന്റെ ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അപൂർവ മാസ്റ്റർ എഴുതിയ ആ ഒരു കഥ വായിക്കാൻ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കണ്ട സെൽവം, അദ്ദേഹം ആ ഒരു ബസ് സ്റ്റേഷനിൽ വെച്ച് ആദ്യമായിട്ട് അറിവിനെ കാണുന്ന ആ ഒരു സമയം, അവരുടെ ആ ഒരു യാത്ര, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണോ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് മാസ്റ്റർ എഴുതിയ ആ ഒരു കഥയിലൂടെ നമ്മുടെ അപൂർവ വായിക്കുന്നത്. അതായത് ഈ കഥ എഴുതിയ മാസ്റ്റർ ആരായിരിക്കും? സെൽവം തന്നെ ആയിരിക്കാനാണ് സാധ്യത. സെൽവം ഓൾറെഡി ഒരു എഴുത്തുകാരനാണെന്ന് നമ്മൾ നേരത്തെ കേട്ടതല്ലേ. ഏകദേശം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ആ ഒരു മാസ്റ്റർ അത് നമ്മുടെ അപൂർവയുടെ അച്ഛനായിട്ടുള്ള സെൽവം തന്നെയായിരിക്കും. ആ ഒരു കഥ അവൻ അങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മൾ എവിടെയാ കേട്ട് നിർത്തിയത്? അതായത് അന്ന് രാത്രി നമ്മുടെ അറിവ് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സെൽവം അതുപോലെ തന്നെ ദേവകിയെ അറിവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ അതിനുശേഷം അവരുടെ ആ ഒരു വിവാഹം നടക്കുകയാണ്. അതും വലിയ ആർഭാടൊന്നും ഇല്ല കേട്ടോ. വളരെ നിസാരമായ രീതിയിൽ ഒരു ചെറിയ ചടങ്ങ് മാത്രം, വിവാഹം കഴിഞ്ഞു. മാത്രമല്ല അറിവിനെ ഇനി ഇവിടെ വിട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പെണ്ണെല്ലാം കിട്ടിയതല്ലേ, ഇവിടെ തന്നെ നിൽക്കാന്ന് തീരുമാനിക്കുകയാണ്. ദേവകിയോട് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സെൽവം അവിടെയുള്ള ആളാണല്ലോ, അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രസ്സിൽ നമ്മുടെ അറിവിനൊരു ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടും എല്ലാവരും നല്ല ഹാപ്പി ആണെങ്കിലും സെൽവം അത്ര ഹാപ്പി ആയിരുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിവ് ചോദിച്ചു നോക്കുമ്പോൾ ഈ സെൽവത്തിന് സ്പേം കൗണ്ട് എന്തോ കുറവാണ്, അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഈ സമയത്ത് അറിവ് സെൽവത്തിന് സമാധാനിപ്പിക്കുകയാണ്. ഇപ്പൊ സെൽവം പറയാണ് അതൊന്നും എനിക്ക് പ്രശ്നമല്ലോ, ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലോ, എല്ലാം നാട്ടുകാർ ഓരോന്നും പറയും, എന്റെ ഭാര്യയെക്കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. അതായത് അപൂർവ ഈ ഒരു സമയത്തൊന്നും ജനിച്ചിട്ടില്ലാതെ തോന്നുന്നു. അതായത് സെൽവത്തിന് ഇപ്പൊ നിലവിൽ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതെ തോന്നുന്നു. അപ്പൊ ഭാര്യ ഇങ്ങോട്ടും രണ്ടുപേരും നിന്ന് സംസാരിച്ച് പരസ്പരം സമാധാനിപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു വിഷമത്തിൽ ഈ ഒരു സെൽവം നിൽക്കുന്ന സമയത്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച സെൽവം കാണുന്നത്. അതായത് പുറത്തെ ആ ഒരു കാർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഈ ഒരു അറിവ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പെട്ടി വെച്ചിട്ട് അവന്റെ കയ്യിൽ എന്തൊക്കെയോ ധരിക്കുന്നുണ്ട്, കണ്ണിൽ എന്തോ ആക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ ഈ അറിവിനെ കാണാതാവുകയാണ്, ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ. ഇതെന്താണെന്ന് അറിയാതെ സെൽവം വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി, ചുറ്റും നോക്കി, അവിടെ എവിടെയും ഈ അറിവിനെ കാണാനില്ല. മാത്രമല്ല ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ ഒരു കുപ്പിയുണ്ട്, അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സമയത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള രീതിയിലൊക്കെ. മാത്രമല്ല ആ ഒരു പെട്ടി അതൊരു ഇലക്ട്രോണിക് മെഷീൻ ആണല്ലോ, ഇത് തുറന്ന് അവരുടെ ഒരു ഫേസ് സ്കാൻ ചെയ്യും. എന്നാൽ ഈ ഒരു പെട്ടിക്ക് നമ്മുടെ ഈ സെൽവത്തിന് അറിയില്ല, അതുകൊണ്ട് തന്നെ ആക്സസ് ഡിനേ ചെയ്യാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അല്ലേ, സെൽവത്തിന് ഇതെന്താണെന്നൊന്നും തിരിയുന്നില്ല, ഇത് എന്ത് ടെക്നോളജിയാണ്, ഇതെന്താ സാധനം, ഒരു കുന്തും തിരിയുന്നില്ല. ആകെ അന്താളിപ്പില് സെൽവം അങ്ങനെ നിൽക്കാണ്, അറിവിനെ കാണാനുമില്ല. അതുപോലെ തന്നെ അറിവിന് ഇതുപോലെ കാണാതായി 1-2 ദിവസമായിട്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ദേവകി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ അറിവ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എങ്ങോട്ടെങ്കിലും പോകുമെന്ന്? എന്നാൽ സെൽവം കണ്ട കാര്യം നമ്മുടെ ദേവകിയോട് പറയുന്നില്ല. അവൻ എന്തെങ്കിലും ജോലി ആവശ്യത്തിനായിട്ട് ചിലപ്പോൾ മൈസൂരിലേക്ക് പോയിട്ടുണ്ടാകും. ഇപ്പൊ ദേവകി പറയാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ, ഇതെന്തൊന്നും പറയാതെ പോയത്? എന്തായാലും ഒരു കാര്യം സെൽവം ഇപ്പൊ ഷെയർ ചെയ്യുന്നില്ല. അവന് കിട്ടിയ ആ ഒരു പെട്ടി, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഇത് സമയത്തിലൂടെ സഞ്ചരിക്കുന്ന എന്തോ ഒരു പരിപാടിയാണെന്ന് സെൽവത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ സെൽവം വായിക്കാൻ തുടങ്ങുകയാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, വീണ്ടും അപൂർവയുടെ ആ ഒരു ടൈമിലേക്ക് തന്നെ വരികയാണ്. അതായത് അപൂർവ ഈ ഒരു കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് അവന്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്.
അവന്റെ അച്ഛന്റെ ലൈഫ് സ്റ്റോറി തന്നെ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ അച്ഛന് സഹോദരി ഉണ്ടായിരുന്നോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അമ്മ ചെറുതായിട്ടൊന്ന് പതറുകയാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ അപൂർവയോട് ഇതുവരെയായിട്ടും അവന്റെ അമ്മ പറഞ്ഞില്ല. അപ്പൊ അപൂർവ തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഉണ്ടായിരുന്നു മോനെ, സഹോദരി എന്ന് പറഞ്ഞാൽ ദേവകി എന്നാണ്. എന്താ അമ്മ ഈ കാര്യത്തെ എന്നോട് മറച്ചു വെച്ചത്? അമ്മ എന്തിനെങ്ങനെ പരിയും കളിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയാണ് മോനെ, നിന്റെ അച്ഛനൊരു സഹോദരി ഉണ്ടായിരുന്നു, ദേവകി. ഓക്കെ, ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ദേവകിയെ വിവാഹം കഴിച്ച ആ ഒരു അറിവ്, അയാൾ ആരാണ്, അയാൾ എങ്ങോട്ടാ പോയത്? ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവന്റെ അമ്മ ചോദിക്കുകയാണ്, അപൂർവ ഈ കാര്യമൊക്കെ നീ എങ്ങനെയാ മനസ്സിലാക്കിയത്? നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഇതേ സമയത്ത് അപൂർവ പറയണം, അമ്മേ സത്യം എന്നായാലും ഒരു ദിവസം പുറത്തേക്ക് വരും, ഒന്നും നിങ്ങൾ മറച്ചു വെക്കാൻ നോക്കല്ലേ, പറ, സത്യങ്ങൾ പറ, എനിക്കെല്ലാം അറിയണമെന്ന് പറഞ്ഞപ്പോ അവന്റെ അമ്മ പറയാണ്, ഒന്നുമില്ലടാ, സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ ഞാനല്ല, അവളാണ്, ദേവകിയാണ് നിന്റെ അമ്മ. അതുപോലെ തന്നെ നീ ചോദിക്കുന്ന അറിവ്, അവനാണ് നിന്റെ അച്ഛൻ. ഇത് കേട്ടപ്പോ അപൂർവ ആകെ ഷോക്കായി പോവാണ്. ഇതെന്താ ഇത്, ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? അതായത് അറിവ് ഈ ദേവകിയെ വിട്ടുകൊണ്ട് എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞല്ലേ, കാണാതായില്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ കാര്യങ്ങൾ ഇപ്പോ അപൂർവയോട് അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അറിവിനെ കാണാതായി എന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഓരോ ദിവസവും അറിവിനെ കാത്തുകൊണ്ട് ദേവകി അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അറിയില്ല എന്തുകൊണ്ടാണ് അവൻ സമയത്തിലൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വരാതിരുന്നതെന്ന്. ഇനിയിപ്പോ സെൽവം ആ ഒരു പെട്ടി അവിടുന്ന് മാറ്റി അത് ഒളിപ്പിച്ച് വെച്ചത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ദേവകി എന്നും കാത്തിരിക്കും. അങ്ങനെ സമയം മുന്നോട്ട് പോവാണ്. ഒരുപാട് മാസങ്ങളായി. അറിവ് പോകുമ്പോൾ ദേവകി ഗർഭിണിയായിരുന്നു. അവളിപ്പോ പ്രസവിക്കാനായിട്ടുണ്ട്. ഒരു ദിവസം രാത്രി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് വേദന ഇളകുകയാണ്. കരണ്ടും ഇല്ല, വാഹനവും കിട്ടിയില്ല, ഒന്നും ആയിട്ടില്ല. സെൽവത്തിന്റെ ഭാര്യ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് തന്നെ ആ ഒരു കാര്യം നോക്കുകയാണ്. പക്ഷെ ഒടുവിൽ നമ്മുടെ ദേവകി മരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സെൽവ അങ്ങോട്ടേക്ക് എത്തുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു. അവനെ കീറി പുറത്തേക്ക് എടുക്കുകയാണ്. ആ കുഞ്ഞ് മറ്റാരുമല്ല, അപൂർവ, അത് നീയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപൂർവ വല്ലാത്തൊരു അന്താളിപ്പിൽ ഷോക്കായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു വാച്ചുകൊണ്ട് ആ ഒരു മരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വാച്ചിൽ സമയം സെറ്റ് ചെയ്ത് കണ്ണിൽ ആ ഒരു മരുന്ന് ഉറ്റിച്ചുകൊണ്ട് അവൻ നേരെ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഇങ്ങോട്ടാ പോന്നേന്നല്ലേ. അന്ന് രാത്രി മാസ്റ്റർ അവന്റെ വീട്ടിലേക്ക് കിടക്കാൻ വന്നല്ലോ. അപ്പൊ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മാസ്റ്ററുടെ അടുത്തേക്ക് ആ സമയത്തിലേക്കാണ് നമ്മുടെ അപൂർവ ചെന്നത്. എന്നിട്ട് ഈ മാസ്റ്ററുടെ മുന്നിലേക്ക് വന്നിട്ട് അപൂർവ പറയാണ്, അച്ഛാ ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ പേടിക്കേ വേണ്ട, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അവനാണ്. അറിയും, തീർച്ചയായിട്ടും ഞാൻ അവനെ തടയുമെന്ന് തന്നെ പറയാണ്. പക്ഷെ ഈ പറഞ്ഞ ആ ഒരു ഷോക്കിൽ മാസ്റ്റർ പിന്നിലേക്ക് പോവാണ്. ആ സമയത്താണ് ഈ ഒരു ഷോക്കിൽ ഇയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ അപ്പോ എന്റെ മകനാണോ? ആ ഒരു ഷോക്കിൽ ഇയാൾ പെട്ടെന്ന് എന്തോ ഇതായി പോയിട്ട് അറ്റാക്ക് വന്ന് അതുകൊണ്ടാണ് അവിടുന്ന് മരണപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഈ അപൂർവ ടൈം ട്രാവൽ ചെയ്ത് വന്ന് മാസ്റ്ററിനോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ മരിക്കില്ലായിരുന്നു. അതുപോലെ ഇപ്പൊ നിലവിലെ അപൂർവ ഉണ്ടല്ലോ, ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് അവന്റെ പാസ്റ്റിൽ, അതായത് ഒരു എന്താ പറയാ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്ന അപൂർവയെ നേരിട്ട് കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ചില സമയത്തൊക്കെ ഈ ഒരു അറിവ് വന്നിട്ട് അവനെ തന്നെ തടുക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ അപൂർവ പല ഭാഗത്തായിട്ട് അവനെ പോലെയുള്ള രൂപങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അതായത് അവന്റെ ഫ്യൂച്ചർ ആയിരുന്നു ആ ഒരു സമയത്ത് വന്ന് അവനോട് പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ചും ആ ഒരു വാനിൽ കയറിയിട്ട് അപൂർവയുടെ അതേ രൂപമുള്ള മറ്റൊരു അപൂർവ വന്ന് സംസാരിച്ചില്ലേ, അത് അവന്റെ പാസ്റ്റിലുള്ള ആളാണ്. അതായത് ഈ സമയത്താണ് നമ്മുടെ അപൂർവ ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് അവനോട് തന്നെ സംസാരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് പോകരുത്, ആ എഡിറ്ററുടെ അടുത്തേക്ക് പോകരുത്, അതൊരു ട്രാപ്പാണ്, ഒരു ടൈം ലൂപ്പിൽ നീ പെട്ടുപോകും. പക്ഷേ ഭൂതകാലത്തിലുള്ള ആ ഒരു അപൂർവയ്ക്ക് ഈ ഫ്യൂച്ചറിൽ നിന്ന് വന്ന അപൂർവ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവനൊരു അന്താളിപ്പ് മാത്രമേ ആ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ എത്രയൊക്കെ റിപ്പീറ്റ് പറഞ്ഞാലും ഇതിങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഈ അറിവിന്റെ വീട്ടിലേക്ക് ഒരു സമയത്ത് ഈ അപൂർവ പോവാൻ നിൽക്കുന്ന സമയത്ത് അപൂർവയുടെ അതേ രൂപത്തിലുള്ള മറ്റൊരാൾ വീണ്ടും താണ്ടി അവിടെ നിൽക്കുന്നു. മാത്രമല്ല അവന്റെ മുന്നിൽ ഈ അറിവ് എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളെ ഈ അപൂർവയുടെ രൂപത്തിലുള്ള മറ്റേ ആള് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതായത് ടൈം ലൈനിൽ നിന്നും മറ്റേതോ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് ആ അപൂർവ. എന്തായാലും വെട്ടിവെച്ച സമയത്ത് അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഈ അപൂർവ ഉണ്ടല്ലോ അവന്റെ മുഖത്താവുകയാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ കാണുന്ന ഇതൊരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൂപ്പാണ്. പക്ഷേ നമ്മൾ കഥയുടെ ആരംഭം മുതൽ ഏതോ ഒരു ടൈം ലൂപ്പാണ് നമ്മൾ കാണുന്നത്. സോ ആ ടൈം ലൂപ്പിലുള്ള അപൂർവയാണ്, അവന്റെ ആ ഒരു ലൈഫാണ് നമ്മൾ കാണുന്നത്. സോ അവന്റെ ആ ഒരു എന്താ പറയാ വിഷൻ, അല്ലെങ്കിൽ അവൻ കാണുന്ന ആ ഒരു കാര്യങ്ങളാണ് ഈ കഥയിലൂടെ നമ്മളും കാണുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആവരുതേ. എന്തായാലും ഇതുപോലെ മുഖത്ത് ബ്ലഡ് ആയപ്പോൾ അവൻ കണ്ണ് ചിമ്മി പോവാണ്. പെട്ടെന്ന് തന്നെ അവിടുന്ന് അവൻ ഏത് സമയത്ത് നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാണ്. മാത്രമല്ല അവന്റെ കയ്യിൽ അവസാനമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു മെഡിസിൻ, അതായത് ആ ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മരുന്ന്, ആ കുപ്പി നിലത്ത് വീണ് പൊട്ടിപ്പോവാണ്. ഇനി അവന് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവനൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇതുപോലുള്ള ടൈം ട്രാവൽ ഇനി വേണ്ട, മടുത്തോ, ഇനി അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും ചിന്തിക്കേണ്ട, ബാക്ക് ടു നോർമൽ, പഴയ ആ ഒരു ലൈഫിലേക്ക് തന്നെ പോകാൻ അവൻ തീരുമാനിച്ചു. പിന്നീട് നാടകമെല്ലാം പ്രാക്ടീസ് അങ്ങോട്ട് പോയി. എന്തൊക്കെയായാലും അവന്റെ ഉള്ളിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ. മാത്രമല്ല അവിടെ നിത്യയുടെ പിന്നാലെ നടന്ന ആ ടീമിലെ തന്നെ ഒരുത്തനാണ് സത്യ. ഇപ്പൊ അവിടെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് സത്യ ഈ നിത്യ അറിയാതെ തന്നെ അവളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് അപൂർവ
അപൂർവമാണ്. അവനകത്ത് ദേഷ്യം വന്നു ഫോൺ മേടിക്കുകയാണ്, അവനിട്ട് കൊടുക്കാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് നിത്യ വന്നിട്ട് പറയാണ്, നിനക്കെന്ത് ഭ്രാന്തായോ, എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപൂർവ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഓക്കെ എന്തൊക്കെയായാലും ശരി, അങ്ങനെ അടിക്കാൻ പാടില്ല, അത് ഭയങ്കര മോശമാണ്. രാത്രിയായപ്പോ അപൂർവ തന്നെ നിത്യയെ വിളിക്കുകയാണ്, അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറയുമ്പോൾ നിത്യ അതേ കാര്യം തന്നെ തിരിച്ചു പറയുന്നത്, നീ ചെയ്തതും വളരെയധികം മോശമാണ്. ഇപ്പോൾ ഈ അപൂർവയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, അവളെ ഷൗട്ട് ചെയ്യാണ്, നീ ഫോൺ വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറയണം. ഇതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവന്റെ റൂമിൽ ആ ഒരു ടേബിൾ മത കിടക്കും, ഒരു വാച്ച്, അതുപോലെ തന്നെ അവരും അങ്ങോട്ടേക്ക് ഇപ്പൊ ഒരു അറിവ് വന്നിട്ടുണ്ട്. ഇപ്പൊ അറിവിനെ കണ്ട സമയത്ത് തന്നെ അപൂർവ പറയണം, നിങ്ങൾ ഇനി എന്റെ അടുത്തേക്ക് വരണ്ട, ഒരു രഹസ്യം എനിക്ക് അറിയണ്ട, എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് എന്റെ തന്ത എന്നുള്ളത്, അതായത് എന്റെ അച്ഛൻ എന്നുള്ളത്. അതേ സമയത്ത് തന്നെ ഈ ഒരു എഡിറ്ററും അറിവും എല്ലാം ഒരാൾ തന്നെയാണല്ലോ. അപ്പോ ഈ ഒരു എഡിറ്റർ പറയാണ്, അപൂർവ നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആകാൻ കാരണം ഞാൻ നിന്റെ അച്ഛനല്ലടാ, നീ തന്നെയാണ്, ഞാൻ തന്നെയാണ് നീ. ഇപ്പൊ അപൂർവ വായും പൊളിച്ചിരിക്കുകയാണ്, നീ തന്നെയാണ് ഞാനെന്നോ? അതെ, ഞാൻ നിന്റെ ഫ്യൂച്ചർ ആണെന്ന് ഈ എഡിറ്റർ പറയും. അതായത് നമ്മുടെ അപൂർവ വയസ്സായിട്ടുള്ള സമയമാണ് ഈ എഡിറ്റർ. അതായത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അപൂർവയ്ക്ക് 6 മാസം കഴിയുമ്പോൾ ഒരു രോഗം വന്ന് അവന്റെ അമ്മയെ നഷ്ടമാകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നിത്യയുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആവും. മാത്രമല്ല പിന്നീട് അവൻ പഠിക്കുന്നുണ്ടല്ലോ, ആ പഠനത്തിലൂടെ അവന് നല്ല ജോലി കിട്ടും, നല്ല കാശും കാര്യങ്ങളൊക്കെ സമ്പാദിക്കും. പക്ഷെ അവന്റെ ലൈഫിൽ അവൻ ഒറ്റയ്ക്കാവും, ആരും ഉണ്ടാവില്ല. വല്ലാത്തൊരു ഏകാന്തതയായിരിക്കും നിന്റെ ലൈഫിൽ കുറച്ച് നാളത്തേക്ക് പിന്നീട് ഉണ്ടാവുക. വർഷങ്ങൾ അങ്ങനെ കടന്നു പോകും. പിന്നീട് നീ കൊൽക്കട്ടയിലെത്തും. അവിടെ എത്തിയിട്ട് യാദൃശ്ചികമായിട്ട് നീ ഒരാളെ കണ്ടുമുട്ടും. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. അയാളാണ് നിനക്ക് ആദ്യമായിട്ട് ആ ഒരു ഡ്രോപ്പ്, അതുപോലെ തന്നെ ആ ഒരു മെഷീൻ, പിന്നെ ഒരു റിങ്ങിനും പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെയാ വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ എന്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞു, നീ തന്നെയാണ് അപൂർവ, ആ കാര്യം നീ മനസ്സിലാക്കണം. മാത്രമല്ല നമ്മുടെ അപൂർവ കൊൽക്കട്ടയിലേക്ക് പോയിട്ട് അവൻ ആ ഒരു വൃദ്ധൻ ഇതുപോലെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നില്ലേ, അതിന്റെ കൂടെ ആ ഒരു മോതിരം കൊടുക്കുന്നുണ്ട്. ആ മോതിരത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാധാരണ ഈ ഒരു മരുന്ന് കണ്ണിൽ ഒട്ടിച്ച് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ കണ്ണം നടച്ചാൽ അതുപോലെ തിരിച്ചു വരും. പക്ഷേ ഈ മോതിരിട്ടാണ് പോകുന്നെങ്കിൽ കുറച്ചധികം നാൾ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ കഴിയും, കണ്ണ് ചിമ്മിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു കറുത്ത മോതിരം പോവുകയാണെങ്കിൽ മേ ബി തിരിച്ച് റിട്ടേൺ ആയിട്ട് അതേ ആ ഒരു കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലേക്കോ പോകാനുള്ള സാധ്യതയാണ്. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ കൽക്കട്ടയിലുള്ള അപൂർവ ടൈം ട്രാവൽ ഉപയോഗിക്കാൻ തുടങ്ങും. ആ ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ മോതിരം കയ്യിലിട്ടുകൊണ്ട് നേരെ പാസ്റ്റിലേക്ക് പോകും. അപ്പോൾ അവൻ പാസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിലാണ് അവൻ ആദ്യമായിട്ട് എത്തുന്നത്. ആ സ്ഥലത്ത് വെച്ചാണ് സെൽവത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കഥയുടെ പല ഘട്ടത്തിലായിട്ട് കണ്ടതല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു അറിവും അതുപോലെ തന്നെ ദേവകിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ അപൂർവ, അറിവ്, ഈ എഡിറ്റർ എല്ലാം ഒരാൾ തന്നെയാണ്. അവന്റെ ശരിക്കുള്ള പേര് അപൂർവ എന്നാണ്. പിന്നെ ഈ അറിവ് ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ ബസ് സ്റ്റോപ്പിൽ എത്തി അവിടുന്ന് ഈ സെൽവത്തിനെ കണ്ടു. ആ സമയത്ത് അവൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പേരാണ് ഈ അപൂർവ, അറിവ് എന്നുള്ള പേര്. എനിക്കറിയാം നിങ്ങൾക്ക് നന്നായിട്ട് തല കറങ്ങുന്നുണ്ട്. എന്തായാലും ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ, കാര്യം കിട്ടും. അപ്പോൾ അവരുടെ ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന സമയത്താണല്ലോ ഈ ലൈബ്രറിയനായിട്ടുള്ള കനകയുടെ മകളുടെ പിന്നാലെ, അതായത് രേവതിയുടെ പിന്നാലെ അറിവ് ചെല്ലുന്നതും അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയതും. അവളെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കറുത്ത റിങ് ഒരു താഴേക്ക് വീഴുന്നത്. അപ്പൊ തന്നെ അവൻ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് അവൻ എവിടുന്നാണോ ടൈം ട്രാവൽ ചെയ്ത് വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം. ഇനി അധികം നാൾ അവന് ഈ ദേവിയുടെ നിൽക്കാൻ കഴിയില്ല. അതായത് മാക്സിമം പോയ കുറച്ച് മാസങ്ങൾ മാത്രം. അത്രേ ആ ഒരു മോതിരം പോയതുകൊണ്ട് ആ ഒരു പവർ നിലനിൽക്കുള്ളൂ. അങ്ങനെ അവളുമായിട്ടുള്ള ആ ഒരു വിവാഹം കഴിഞ്ഞു. ഏകദേശം കുറച്ച് 8-9 മാസം ആവാനായിട്ട് അവളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ അറിവിന് ഇനി അധികാലം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവൻ വന്ന ആ ഒരു കാലഘട്ടത്തിന് തിരിച്ചു പോകണം. സോ അതിന്റെ ആ ഒരു ടെൻഡൻസി അവന്റെ ആ ഒരു ബോഡി കാണിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് അവന് പെയിനും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ദേവികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അറിവ് അവളോട് യാത്ര പറഞ്ഞു. അവൻ ആ ഒരു ഡ്രോപ്പ് കണ്ണിൽ ഉറ്റിച്ച് ഇവിടുന്ന് പോകുന്ന ആ ഒരു കാര്യം, അതാണ് അന്ന് സെൽവം കണ്ടത്. എന്തായാലും ഇതുപോലെ ഈ അറിവ് എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ, അതായത് ഫ്യൂച്ചറിലേക്ക്, ഏകദേശം ഒരു 2050 ആ ഒരു സമയത്തിലേക്ക്, 2050 അല്ല 2035 ആ ഒരു സമയത്തിലേക്ക് തിരിച്ചു പോകണം. പിന്നീട് അവൻ ആ ഒരു മരുന്ന് കൊടുത്ത ആളോട് ഈ ഒരു സാധനത്തിനെ കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ അത് അവൈലബിൾ അല്ല എന്ന് പറയാം. ബട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മിഷൻ, ഈ വാച്ച്, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു മരുന്നില്ലാതെ ഒരു നിശ്ചിത സമയത്തേക്ക് അവന് തിരിച്ചു പോകാൻ കഴിയും. അതാണ് നമ്മുടെ അപൂർവയുടെ ആ ഒരു ചെറുപ്പകാലം. അതായത് 2001 ആ ഒരു വർഷത്തിലേക്ക് കേട്ടോ. അതായത് നമ്മുടെ ദേവകി കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ സമയത്തിലേക്കാണ് ഇപ്പോൾ അറിവ് ടൈം ട്രാവൽ ചെയ്തിട്ട്. എന്ന് അവനെ കണ്ട സമയത്ത് സെൽവം വലിയ അത്ഭുതമൊന്നും കാണിക്കുന്നില്ല. സെൽവത്തിന് മനസ്സിലായി ഇവനൊരു ടൈം ട്രാവലർ ആണ്. ഓ എത്തിയോ, സമയത്തിലൂടെ സഞ്ചരിക്കുന്നവൻ. ഇത് ഭയങ്കര കൂളായിട്ടാണ് സെൽവൻ ചോദിക്കുന്നത്. ഇപ്പൊ സെൽവത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ദേവിക എവിടെ, അവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മരണപ്പെട്ടു പോയി, കുഞ്ഞിനെ ജീവനോട് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് കുഞ്ഞിനെ കാണണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതിപ്പോ നിലവിൽ സെൽവത്തിന്റെ കയ്യിലാണ്. അവനത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നീ വന്നാൽ മതി, ഞാനത് തരാന്ന് പറയാണ്. അങ്ങനെ ഒരു പുഴയുടെ അരികിലേക്കാണ് ഇപ്പോ ഈ ഒരു അറിവ് സെൽവം പറഞ്ഞതനുസരിച്ച്. അതുപോലെ ആ ഒരു പെട്ടി അറിവിന് തിരിച്ചു കൊടുത്തു. മാത്രമല്ല മകനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത് അത് പറ്റില്ല എന്ന് തന്നെ സെൽവം പറയാണ് കേട്ടോ. ഇവരുടെ ഇടയിൽ കുന്തും തള്ളും ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ അടുത്ത് സെൽവം കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അറിവിനിട്ട് കുത്തുകയാണ്. അങ്ങനെ കുത്ത് കിട്ടിയ സമയത്ത് അറിവ് അറിയാതെ കണ്ണടച്ചു പോവാണ്. അതേ സമയത്ത് തന്നെ അവൻ എവിടുന്നാണോ തിരിച്ചു വന്നത് അതേ സമയത്തിലേക്ക് തിരിച്ചു പോകുന്നത്, അതായത് 2035 എന്ന സെൽവം വിചാരിച്ചു അവൻ അറിവിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ആ ഒരു ടെൻഷനിലാണ് ഈ സെൽവം പോയിട്ട് അന്ന് ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്. പക്ഷേ എന്നാൽ നമ്മുടെ അപൂർവ തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഒരു മരണത്തിൽ നിന്നും സെൽവത്തിനെ രക്ഷപ്പെടുത്തി
രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഡിറ്ററായി മാറിയിട്ടുള്ള ആ മനുഷ്യനുണ്ടല്ലോ അപൂർവയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോ അപൂർവയ്ക്ക് തല ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതായത് ഞാനും ആ ഒരു അറിവും നിങ്ങളും എല്ലാം ഒരാൾ തന്നെയാണ്. അതേ സമയത്ത് എഡിറ്റർ പറയണത് എല്ലാം ഒന്ന് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോ അപൂർവ നീ അറിവ് പിന്നീട് ഞാനാകും. അതായത് അച്ഛനും മോനും ഞാൻ തന്നെയാണോ എന്റെ അച്ഛൻ? എന്താലേ വല്ലാത്തൊരു കഥ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇന്ത്യൻ മൂവിയിൽ ആദ്യമായിട്ടാണേ ഉള്ളൂ. ഇംഗ്ലീഷ് മൂവിയിലൊക്കെ ഇത് പണ്ടേ ട്രൈ ചെയ്ത കാര്യമാണ് പ്രീഡെസ്റ്റിനേഷൻ. ഇതിനേക്കാൾ ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു കഥാലയനുള്ള ഒരു മൂവിയാണ് പ്രീഡെസ്റ്റിനേഷൻ. എന്തായാലും ഈ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് പൂർവ്വ വിശ്വസിക്കുന്നില്ല ഈ എഡിറ്റർ പറയുന്ന കാര്യം, ഒരിക്കലുമില്ല അത് സംഭവിക്കില്ല എന്ന് എഡിറ്റർ പറയാണ്. വിശ്വസിക്കണം, ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിനെ പല തവണയായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന അപൂർവ, നീയും ഇതുപോലെ തന്നെ ഒരു ദിവസം എന്റെ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഞാനായിട്ട് മാറും. നീയും ഇതേ ലൂപ്പ് തന്നെ തടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവല്ലാതെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് അറിവും അതുപോലെ തന്നെ ദേവികയും തമ്മിൽ വിവാഹം കഴിയും. അവൾക്കുണ്ടാകുന്ന കുഞ്ഞ്, ആ ഒരു കുഞ്ഞ് വളർന്നു വലുതാവുന്നത് അപൂർവയാകും. അപൂർവയുടെ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും അവന് ബ്രേക്കപ്പ് ആവും, അവന്റെ കാമുകിയെ നഷ്ടമാകും, പിന്നീട് നല്ല ജോലി കിട്ടും, നല്ല സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ലൈഫിൽ ഒരാളെ തേടി അവൻ കുറെ കാലം നടക്കും. ആ സമയത്ത് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് അവൻ കണ്ടുപിടിക്കും. ആ സമയത്ത് അവൻ അറിവ് എന്ന് തന്നെ അവനെ വിളിക്കും. അവൻ ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും ഭൂതകാലത്തിലേക്ക് പോകും. അവിടെ വെച്ച് വീണ്ടും ദേവികയെ വിവാഹം കഴിക്കും. അവിടെ വെച്ച് അപൂർവ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ടാവും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സൈക്കിൾ അവിടെ നിൽക്കട്ടെ. അതായത് അറിവ് പാസ്റ്റിലേക്ക് പോയി അവിടെ ദേവകിയെ ഗർഭിണിയാക്കി. എന്നാൽ ആ ഒരു സമയത്ത് മോതിരം നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ വന്ന ആ ഒരു സമയത്തിലേക്ക് തന്നെ 2035 തിരിച്ചു പോകുന്നില്ല. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അതായത് കുറച്ചു കാലം കൂടെ അവൻ ജീവിക്കും, ഏകദേശം ഒരു 2055 വരെ. അവന് ജീവിതം മടുക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ നോക്കും. അതുവരെ സക്സസ് ആകുന്നില്ല. ആ ഒരു സമയത്ത് ഈ വയസ്സായിട്ടുള്ള ഈ അറിവ്, അതായത് നമ്മുടെ അപൂർവ വിചാരിക്കുകയാണ് എന്തായാലും ഒരു പരീക്ഷണം കൂടെ നടത്തി നോക്കാം, എങ്ങനെയെങ്കിലും ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ. അങ്ങനെയാണ് പ്രായമായിട്ടുള്ള അറിവ് ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ബേക്കിലേക്ക് വരും. ആ ഒരു സമയത്ത് നിന്ന് മാക്സിമം 33 വർഷം പിന്നിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ 2021 വരാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രായമായിട്ടുള്ള ഈ അപൂർവ നമ്മുടെ യുവാവായിട്ടുള്ള അപൂർവയോട് പറയുന്നത്. മാത്രമല്ല എന്റെ ലൈഫിൽ എല്ലാം കഴിയും, പ്രായമായിട്ടുണ്ട്, ഇനിയൊന്നും സംഭവിക്കാനില്ല. പക്ഷെ യുവാവായിട്ടുള്ള അപൂർവ, നിന്നെ ഇവിടെ വെച്ച് ഞാൻ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ഒരു സൈക്കിളിനെ തന്നെ എനിക്ക് ചിലപ്പോൾ ഇല്ലാതാക്കാൻ പറ്റിയും. അതുകൊണ്ട് ഇവിടെ വെച്ച് നീയാണ് മരണപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപൂർവയെ കൊല്ലാനായിട്ട് ഈ എഡിറ്റർ, അതായത് വയസ്സായിട്ടുള്ള അപൂർവ ഗണ്ണെടുക്കാണ്. എന്നാൽ നമ്മുടെ യുവാവായിട്ടുള്ള അപൂർവ പറയണം ദയവ് ചെയ്തിട്ട് അതിപ്പോ ചെയ്യരുത്, ഞാൻ നാളെ രാവിലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് ചില കാര്യം ചെയ്തു തീർക്കാൻ ഓക്കെ എന്ന് ഈ എഡിറ്റർ, അതായത് വയസ്സായിട്ടുള്ള അപൂർവ സമ്മതിക്കുകയാണ്. അന്ന് രാത്രി തന്നെ അപൂർവ അമ്മയെ വിളിക്കുന്നുണ്ട്, കുറച്ചധികം നേരം സംസാരിക്കുന്നു. വീട്ടിലേക്ക് വന്ന് അമ്മയെ കാണാൻ വേണ്ടി അമ്മ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും പിന്നെ വരാന്നൊക്കെ നമ്മുടെ അപൂർവ പറയാൻ. അത്രയല്ല, നിത്യയുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പിന്നിലേക്ക് അവൻ ടൈം ട്രാവൽ ചെയ്ത് പോവുകയാണ്. അവളെ മീറ്റ് ചെയ്ത് അവളുടെ കൂടെ സന്തോഷമായിട്ട് ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ ദിവസമല്ലേ, ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ തീർത്തി അവൻ അങ്ങനെ ഇതിനെ എന്താ പറയുക സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് കഥയുടെ തുടക്കത്തിൽ നമ്മുടെ അപൂർവ കണ്ടത്. അതായത് ലൈഫിന്റെ ആ ഒരു അവസാന സമയം എത്തിയപ്പോൾ എന്തായാലും തീരാൻ പോവാണ്, അവളോട് നല്ല രീതിയിൽ നിൽക്കാന്ന് കരുതിയിട്ട് ഫ്യൂച്ചറിലെ അപൂർവ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്ന അപൂർവ അവൻ ബൈക്കിൽ ചുറ്റി കറങ്ങുന്നത് കാണുന്നതും. അത് ആ സമയത്ത് ഉണ്ടായിരുന്ന അപൂർവയുടെ ആ ഒരു കണ്ണുകളിലൂടെയാണ് നമ്മളെ കാണിച്ചത്. എന്നാൽ ടൈം ട്രാവൽ ചെയ്തു വന്ന അപൂർവയുടെ കണ്ണുകളിലൂടെ ഇപ്പൊ ഒരു കാര്യം കാണിച്ചു. അതായത് നിത്യമായിട്ട് ഇതുപോലെ റെസ്റ്റോറന്റിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഭയങ്കര ഇഷ്ടം കൊണ്ട് അവനോട് രജന് സമ്മതമാണ് എന്നുള്ള രീതിയിൽ അവനൊരു റിങ് കൊടുക്കുന്നത്, ഒരു കറുത്ത റിങ് ആയിരുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ അപൂർവ ആകെ ഞെട്ടിപ്പോവാൻ. കാരണം അറിവ് ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു കനകയുടെ മകളായിട്ടുള്ള രേവതി ഉണ്ടല്ലോ, അവളെ രക്ഷപ്പെടുത്തിയ സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുള്ള ആ ഒരു കറുത്ത റിങ് ആയിരുന്നു. ആകെ അത്ഭുതത്തിൽ അപൂർവ ഇത് എവിടെ നിന്നാണ് ഈ ഒരു റിങ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ ഈ നിത്യ പറയാണ് അത് എന്റെ അമ്മയുടെ റിങ് ആണ്. അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയ സമയത്ത് എവിടുന്നാന്ന് അറിയില്ല ഏതൊരു ഫോഴ്സ് വന്നിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് അമ്മയെ രക്ഷപ്പെടുത്തി. ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ കാണാതായി. അയാളുടെ കയ്യിൽ നിന്ന് വീണു പോയതാണ് ആ ഒരു കറുത്ത മോതിരം. ശരിക്കും അമ്മയുടെ ആ ഒരു രണ്ടാമത്തെ ജീവിതത്തിന് കാരണമായത് തന്നെ എന്ന് വന്ന ആ ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു മോതിരത്തിനെ അമ്മ വല്ലാതെ പ്രീഷ്യസ് ആയിട്ട് കാണും. അമ്മയുടെ വിവാഹത്തിനും ആ ഒരു മോതിരം ഉപയോഗിച്ചത്, എന്റെ വിവാഹത്തിനും ഇതേ മോതിരം തന്നെ ഉപയോഗിക്കണം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അറിവ് അന്ന് രക്ഷപ്പെടുത്തിയില്ലേ ആ ഒരു കനകയുടെ മകളായിട്ടുള്ള രേവതി, ആ രേവതിയുടെ മകളാണ് നമ്മുടെ ഈ ഒരു നിത്യ. ഈ രഹസ്യം കൂടെ അപൂർവം മനസ്സിലാക്കണം. ആകെ ഒരുമാതിരി കിളിയവാറിയ അവസ്ഥയാവുന്നുണ്ട്. എന്തായാലും അവളുടെ കൂടെ അവന്റെ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഇതാണ് കഥയുടെ ആരംഭത്തിലുള്ള അപൂർവ കാണുന്നത്. പക്ഷെ ഇതുപോലെ നിത്യയുടെ കൂടെ വന്ന ആളുടെ അടുത്തേക്ക് അവൻ ഓടിച്ചു നോക്കുമ്പോൾ അവിടെ അപൂർവ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പത്തെ അപൂർവ കണ്ണടച്ചപ്പോ അവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ്. പഴയ ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകണം, എന്റെ ടൈം ലൈനിലേക്ക് പോവാണ്. എന്നിട്ട് വയസ്സായിട്ടുള്ള അപൂർവ ഉണ്ടല്ലോ, അതായത് ആ എഡിറ്റർ ഇയാൾക്ക് വാക്ക് കൊടുത്തതുപോലെ അയാളുടെ അടുത്തേക്ക് അപൂർവ പോവാണ്. അതായത് ചെറുപ്പത്തിലുള്ള യുവാവായിട്ടുള്ള അപൂർവയെ ഇവിടെ വെച്ച് കൊന്നു കളയാണെങ്കിൽ ഈ ടൈം ലൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ടൈം ലൂപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. സോ മരണത്തിന് തയ്യാറായിക്കൊണ്ട് അപൂർവ ഈ എഡിറ്ററിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോ രണ്ടെണ്ണം അടിച്ചതിന് ശേഷം ഇത് ചെയ്യാന്ന് കരുതിയിട്ട് ഇയാൾ അടിയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപൂർവ ആ ഒരു ഗണ്ണെടുക്കണം. ഈ എഡിറ്റർക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇല്ലാതാവേണ്ടത് നീയാടാ, ഒരു കുഴപ്പമില്ലാത്ത എന്റെ ലൈഫിലേക്ക് നീ എന്തിനാ കയറി വന്നത്? അതിനുശേഷമാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്, അതുകൊണ്ട് നിന്നെയാണ് കൊല്ലേണ്ടത്. ഇപ്പൊ എഡിറ്റർ പറയാണ് എന്നെ കൊന്നുകൊണ്ട് ഒരു കാര്യമില്ല, കാരണം എന്നിലൂടെ അല്ലെങ്കിൽ ഇതിനുശേഷം ഇനി ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ നീ ജീവനോടെ ഇരുന്നാൽ നീ അറിവായിട്ട് മാറും, അറിവ് പിന്നീട് ഞാനായിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇല്ലാതാവേണ്ടത് നീയാണ് അപൂർവ, നീ തന്നെയാണ് മരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അപൂർവ ഇയാളെ വെട്ടിവെക്കുകയാണ്, വെച്ച് കൊന്നു കളയുന്നുണ്ട്. ഈ കാര്യമാണ് നേരത്തെ അപൂർവ കണ്ടത്. അതായത് നമ്മുടെ അപൂർവ അവന്റെ ടൈം ലൈനിൽ ഈ ഒരു കാര്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞപ്പോ
നമ്മുടെ അപൂർവ ചിരിക്കാണ്. എനിക്കിപ്പോ ഇവിടെ നടക്കുന്നത് ഈ എഡിറ്റർ പറയുന്ന സത്യമാണല്ലോ, എന്നിലൂടെയല്ലേ ആ ഒരു അറിവുണ്ടാവുക, അറിവിലൂടെയല്ലേ ഇനി എഡിറ്റർ ആയിട്ട് മാറുക, അപ്പൊ ശരിക്കും ഇല്ലാതാവേണ്ടത് ഞാൻ തന്നെയാണ്. ഇവിടെയാണ് അപൂർവ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത തീരുമാനം എടുക്കുന്നതും. സ്വന്തം തലയിലേക്ക് എണ്ണ വെച്ച് പൊട്ടിക്കും. വെടിവെച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് ആ ഒരു ടൈം ലൂപ്പ് ഇല്ലാതായോ ഇല്ലയോ എന്ന് നമ്മളെ കാണിക്കുന്നു. എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഇപ്പൊ ആ ഒരു ബസ് സ്റ്റേഷൻ കാണിക്കുന്നത് മാത്രമല്ല, അവിടെ ഇപ്പൊ നമ്മുടെ സെൽവം ആ ഒരു അയ്യരുണ്ട് അത്രയും കാത്തിരിക്കുക. അയ്യര് വന്നു മൂപ്പരെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ സെൽവം ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതായത് ആ ഒരു ബസ് സ്റ്റേഷനിലേക്ക്, സ്റ്റേഷനല്ല ബസ് സ്റ്റോപ്പ്, അങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് അറിവ് വന്നില്ല, അറിവിനെ സെൽവം പരിചയപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവികയുമായിട്ട് വിവാഹം നടന്നില്ല. അതായത് നമ്മുടെ അപൂർവ ജനിച്ച് മാത്രമല്ല, അറിവ് ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വരാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന രേവതി അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു, അവൾ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിത്യ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി ഉണ്ടായതുമില്ല. അപ്പൊ സംഭവിച്ചത് എന്താ വെച്ചാല് യൗവനത്തിലെ അപൂർവ സ്വയം വെടിവെച്ച് മരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ടൈം ലൂപ്പ് ഇവിടെ ഇല്ലാതായിരിക്കാം. എന്നാൽ ഇത്രയും നേരം നമ്മൾ നായകനും നായികയുമായിട്ട് കണ്ട നിത്യ, ഈ രണ്ട് ആൾക്കാരും സ്വാഭാവികമായിട്ട് ഈ ലോകത്തിൽ ജയിക്കേണ്ട ആൾക്കാരായിരുന്നില്ല. അവർ രണ്ടുപേരെയാണ് കഥയുടെ ആരംഭത്തില് ഒരു തീരത്ത് രണ്ട് മുഖംമൂടി വെച്ച് കാണിച്ചു തന്നത്. അതായത് ഡാർക്ക് വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ ആ ഒരു ജനാഥൻ, അതുപോലെ തന്നെ അതിലെ ഹീറോയിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. രണ്ടുപേരും ഒരുപാട് രഹസ്യങ്ങൾ തേടി 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 നടന്ന് അതിന്റെ ആ ഒരു ചുരുളുകൾ അഴിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ രണ്ടാൾക്കാരും ഈ ലോകത്ത് നിന്ന് വൈപ്പ് ഔട്ട് ആയി പോവാണ്. അവർ ഈ ഒരു ലോകത്ത് ജനിക്കേണ്ട ആളുകളായിരുന്നില്ല. അതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ അപൂർവ അതുപോലെ തന്നെ നിത്യ രണ്ടുപേരും ഈ ലോകത്തിൽ ജനിച്ചതാണ്, പക്ഷെ ഒരിക്കലും ജനിക്കേണ്ടവരായിരുന്നില്ല. ആ ടൈമിൽ ഇപ്പൊ ക്ലോസ് ചെയ്തപ്പോൾ രണ്ടുപേരും വൈപ്പ് ഔട്ട് ആയി, അവരില്ലാതായി പോവുകയാണ്. അപ്പോ രണ്ട് ഇംഗ്ലീഷ് സ്റ്റോറിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കഥ കോപ്പി അടിച്ചിരിക്കും. ക്ലൈമാക്സ് ഡാർക്ക്, അതുപോലെ തന്നെ കഥയിലുടനീളം പ്രീ ഡെസ്റ്റിനേഷന്റെ നല്ലൊരു കോപ്പി അടി നന്നായിട്ട് മണക്കുന്നുണ്ടല്ലേ. ആ കഥയെക്കുറിച്ച് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. എന്തായാലും അതൊരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ എന്തായാലും നല്ല അടിപൊളിയാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.